എന്റെ പ്രാണനാഥനെ, എന്റെ പ്രാണനാഥനെ. യേശു ആര്? എന്റെ യേശു വന്നിട്ടുണ്ട്. ഇരിക്കുന്ന മുഴുവൻ പേരോട് പറയും, സമ്പന്നതയ്ക്ക് വേണ്ടി നീ കഷ്ടപ്പെടണ്ട. ആദ്യത്തെ 5 കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, 6ാമത്തത് ഫ്രീയാ. നീ നേരുള്ളവനാണെങ്കിൽ, നീ നിഷ്കളങ്കനാണെങ്കിൽ, നീ സത്യസന്ധനാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്ക് സമ്പത്ത് ഫ്രീയാ. സമ്പത്ത് നിനക്ക് ഫ്രീയാ. ഈ വചനം യേശുവാണ്, ഈ വചനം മന്നായാണ്. ഇന്ന് രാത്രി നീ ഭക്ഷിക്കുക, നിന്റെ രോഗം മാറാൻ, നിനക്ക് സൗഖ്യം വരാൻ. ഈ ജീവന്റെ അപ്പം, ഈ ജീവമന്ന ഈ രാത്രി ഭക്ഷിക്കാൻ. ഇന്ന് രാത്രി നീ അധ്വാനിക്കാതെ നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരാൻ എൻ്റെ ദൈവം ഒന്ന് റിസീവ് ചെയ്യും. ഒന്ന് സൗജന്യമായിട്ട് കിട്ടുന്നില്ലേ? സൗജന്യമായിട്ട് എൻ്റെ കർത്താവ് പറയാ, എൻ്റെ നാമത്തിന് വേണ്ടി നീ നിന്നതുകൊണ്ട്, ആമേൻ, എൻ നാമத்துக்காக நீ உழைத்ததுனால, உண்மையோட ஊழியம் செய்ததுனால, உன் கை வேலையால் அல்ல, உன் கை சிரமத்தால் அல்ல, ஆமென், இலவசமாக கிடைக்கிற சில நன்மைகள் உன் வீட்டுக்கு நேராக வரும். இது தீர்க்க தரிசனம். இன்னைக்கு ராத்திரி கர்த்தர் சொல்லுகிறார், இலவசமாக 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 സൗജന്യമായി ഒരു അധിക പറ്റ് പോലാകുമ്പോൾ എനിക്ക് വേണ്ടത്, എനിക്കൊരു ഉത്തരവാദിയില്ല, എനിക്കൊരു ഉത്തരവാദി വേണം. ജാക്സൺ പാസ്റ്ററെ, ദൈവാത്മാവ് പാസ്റ്ററോട് ദൂത് പറയാ, കമഴ്ന്ന് കടന്നു ദൈവത്തിന്റെ കാലെ പിടിച്ച് വിശുദ്ധി വിട്ടുകളയരുത്. വിശ്വസ്തനായിരുന്നാൽ നിന്റെ നാവ് കൊണ്ട് പറയുന്നത് പത്രങ്ങളിൽ അടിച്ചു വരുന്ന പ്രവചനങ്ങളായ, പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രവചനങ്ങളായി, അടിസ്ഥാനപരമായി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ. നിങ്ങളെ തൊടുന്ന കെ എബ്രഹാം അല്ല, എൻ്റെ രൂപം കെ എബ്രഹാമിനെയാണ്, എൻ്റെ ശബ്ദമൊക്കെയാണ്, പക്ഷെ ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അങ്കിളിനെ തൊടുമ്പോൾ അത് യേശുപ്പൻ തൊടുന്നതിന് തുല്യ. യേശുപ്പനാ തൊടുന്നേ. പക്ഷെ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ഈ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ യേശുപ്പച്ചനെ താഴെ വന്ന് നമ്മളെ തൊടാൻ പറ്റുമോ? ഇല്ല. പകരം കർത്താവ് തൻ്റെ വിശ്വസ്തനായ ദാസനെ അയച്ചിരിക്കുകയാണ്. ആകാശങ്ങളെ കീറിമുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിനകത്ത് മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ അടിക്കുന്ന, പർവ്വതങ്ങളെ മെഴുകുപോലൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പന്തൽ മുഴുവൻ, ഈ ഓഡിറ്റോറിയം മുഴുവൻ, ഈ സ്റ്റേജ് മുഴുവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരാത്മീയ സമ്മേളനത്തിൽ അധരം അടക്കി വെച്ച് ഇരിക്കാൻ പറ്റില്ല. സ്തോത്രം. ഇതിനകത്ത് അവിടെ ഇവിടെയായി നിങ്ങൾ ഓരോ സ്തോത്രങ്ങൾ ഇങ്ങനെ കേൾക്കുന്നില്ലേ? അത് ഇതിനകത്ത് വന്നിരിക്കുന്ന കൃപയുള്ളവരുടെ ശബ്ദമാണ്. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. ദൈവം എനിക്ക് ചെയ്ത ഉപകാരത്തിന്, ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്ക് അല്ല, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനായ എൻ്റെ കർത്താവ് ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ട്. ആ കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നവർക്കായി, ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ, മനസ്സ് നിറഞ്ഞ്, കൃപയിൽ നിറഞ്ഞ്, അവൻ വാ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ മാനിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. സ്തോത്രം. ഈ മഹാസമ്മേളനം ഇപ്രകാരം ഇവിടെ നടത്തുവാൻ കർത്താവ് ഈ ദേശത്ത് നിന്ന് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ അഭിഷിക്തൻ പാസ്റ്റർ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അമ്മ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ സഭ അംഗങ്ങൾ, സ്തോത്രം, നല്ല അനുഗ്രഹിക്കപ്പെട്ട അമ്മ ശുശ്രൂഷകളിൽ വിവിധ ദേശങ്ങളിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുകയും, എന്നാൽ ഇന്ന് കുറ്റിച്ചലിൽ ഇങ്ങനൊരു യോഗം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ
മഹാസമ്മേളനത്തിന് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ, ഒരാശംസ പറയാൻ, ഇത് നടത്തുന്ന ദൈവദാസൻ്റെ കൂടെ വന്നിരുന്ന് ചില സമയങ്ങൾ ഒന്ന് സ്നേഹം പങ്കിടുവാൻ കടന്നു വന്ന ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിഷക്തന്മാരായ ദൈവദാസന്മാർ, ആമേൻ, ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ, എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നവർ, നല്ല മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ആമേൻ, ഞാനിവിടെ നിൽക്കുന്നത് ക്രൈസ്റ്റ് അംബാസഡർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അംബാസഡറായി ദൈവം ഭൂമിയിൽ നിയമിച്ച ഒരു അഭിഷക്തനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞത് ചെയ്യുവാനാണ് ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. അർത്ഥാൽ കുറച്ചുകൂടെ വ്യക്തമായി പറയാം, ഞാൻ മാത്രമല്ല, അഭിഷക്ത ശുശ്രൂഷ ചെയ്യുന്നവരല്ല, ക്രിസ്തു ചെയ്തത്, ക്രിസ്തു പോയപ്പോൾ ഏൽപ്പിച്ചത് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇനി ഞാൻ അടുത്തൊരു ദൂത് നിങ്ങളോട് പറയാ. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് മുഴുവൻ പേരും അറിയണം, ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെക്കുമ്പോഴല്ല നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുന്നത്. ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന വചനങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് എന്നോടാണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തം ശരീരത്തിൽ നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് അത് എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ആരുടെയും അനുവാദം കൂടാതെ പ്രവർത്തിക്കുന്ന അധികാരമുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിട്ട് ഇന്ന് രാത്രി സകല കേടുപാടുകളെ മാറ്റുന്ന വചനം അയച്ച് സൗഖ്യമാക്കുന്ന സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനമാണ് ഇവിടെ ഇരിക്കുന്നവർ. ആമേൻ, ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യമാ. വചനം നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ശരീരത്ത് കൈവച്ചിട്ടെന്ന് പറയണം, അതോ എനിക്ക് സംഭവിക്കട്ടെ, ആ വചനം ആ വാക്യത്തെ നിവർത്തിയ എന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആമേൻ, നിന്റെ അവയവങ്ങളിൽ ആ ദൈവശക്തി ഇറങ്ങും. ആമേൻ, ജനത്തിന്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. ഓ ശഖമനസ്യന. ഇന്ന് രാത്രി മുഖവരകൾ ദീർഘിപ്പിക്കാതെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന പ്രമേയത്തിന് ആധാരമായി താക്കോൽ വാക്യമായി മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം ഇവിടെ വായിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. യെസ്, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. എല്ലാവരും ബൈബിൾ അടച്ചാട്ടെ, എല്ലാവരും ബൈബിൾ അടച്ചു വെച്ചോളൂ. അടച്ചിട്ട് നിങ്ങളുടെ സൈഡിലോട്ടൊക്കെ അടുത്ത കസേരയിലോട്ട് മാറ്റി വെച്ചു. അതെന്തിനാ മാറ്റി വെച്ച് വെച്ചാൽ നിങ്ങൾ കൈയടിക്കാനൊക്കെ എഴുന്നേറ്റ് ഒന്ന് ചാടാനൊക്കെ ഒരു സൗകര്യം ഉണ്ടാകും. പ്രീസലോ. അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ചാടുമ്പോൾ ഇതെല്ലാം കൂടെ മടിയും താഴോട്ട് പോകും. പ്രീസലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ച് ഒന്ന് സന്തോഷമായിട്ടിരുന്നു. ആമേൻ. നമ്മളിവിടെ വന്നിരിക്കുന്നത് ബൈബിൾ വായനാ മത്സരത്തിനൊന്നുമല്ല. ആമേൻ, സ്തോത്രം. ഏത് വാക്യം ഇവിടെ ഇരിക്കുന്നത് ആണോ അത് ആമേൻ അങ്ങനെ കണ്ടുപിടിച്ചുള്ള ഒരു കോമ്പറ്റീഷനൊന്നുമല്ല വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കാനാ. ആമേൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ രാത്രി പ്രാപിക്കാനാ വന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കാനാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി അത് പ്രാപിക്കാനുള്ള മനോഭാവത്തോടെ, അത് പ്രാപിക്കാനുള്ള ശരീരഭാവത്തോടെ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. സ്തോത്രം. അവർ വളരെ ഭയപ്പെട്ടു. ആമേൻ. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പടകയാത്രയാണ്. ഞാൻ ആ വിഷയം വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത്
ദൈവം ആര്? യേശു ക്രിസ്തു ആര്? ആമേൻ. ക്രിസ്തു ആര്? ദൈവത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആമേൻ. ക്രിസ്തുവിനെ നീ നമ്മൾ എവിടെ വരെ മനസ്സിലാക്കി? ആ ക്രിസ്തു നിമിത്തം നമുക്ക് എന്തെല്ലാം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്? ആമേൻ. ഈ വാക്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ വളരെ ഭയപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത്. അവർ ആരാ നിങ്ങൾ അറിയുമോ? യേശുവിന്റെ കൂടെ 3.5 കൊല്ലം നടന്നവരാ. യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്ന കണ്ടവരാ. പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് കണ്ടവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുത്ത് 12 കൂട നിറച്ചെടുത്തത് കണ്ടവരാ. അത്ഭുതങ്ങൾ കണ്ടവരാണ്. അവൻ യേശുവിന്റെ കൂടെ നടന്നവരാ. അവർ ഭയപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അവർ കൂടെ നടന്നവരാ. എന്നിട്ടും അവര് പറഞ്ഞൊരു സെന്റൻസ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആർ എന്ന് പറഞ്ഞാൽ അവരെത്രയോ അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ ഇപ്പോഴവർ പറയാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചിലത് ഇപ്പോൾ നമ്മൾ കാണുന്നു. ആമേൻ. കാറ്റ് കർത്താവിനെ അനുസരിക്കുന്നവർ മുമ്പ് കണ്ടിട്ടില്ല. കടൽ കർത്താവിനെ അനുസരിക്കുന്നവർ കണ്ടിട്ടില്ല. തിരമാല ദൈവം പറഞ്ഞാൽ അനുസരിക്കുന്നവർ കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയും ദൈവാത്മാവ് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, നീ കണ്ടിട്ടില്ലാത്ത ചിലത് ഇന്ന് രാത്രി കാണാൻ പോകുക. ഇന്നലെ വരെ നീ പലത് കണ്ടിട്ടുണ്ട്. യേശുവിനെ നിനക്കറിയാം. യേശുവിന് അത്ഭുതങ്ങൾ നീ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നീ അത്ഭുതപ്പെടാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്. സന്തോഷത്തോടെ, കൃപയിൽ നിറഞ്ഞ് ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശു ആര്? ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം? എനിക്കെന്തറിയാം? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ അവനെ അറിയേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിനും. 3, ഞാൻ അവനെ അനുഭവിച്ച് അറിയേണ്ടതിനും. 4, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയേണ്ടതിനും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, നമുക്ക് യേശുവിനെ അറിയാം, എന്തൊക്കെ അറിയാം? സ്തോത്രം. ഒരിടത്ത് പൗലോസ് പറയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. സ്തോത്രം. അടുത്ത സെന്റൻസ്, അത്രയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞതുകൊണ്ട്. അത് ഭയങ്കരമാണ്, ആഴം ഭയങ്കരമാണ്. പക്ഷേ നമ്മൾ യേശുവിനെ അറിയുന്നതിനോടൊപ്പം we should know the deepness of the mystery of his wisdom. അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? താൻ കണ്ടത് മുഴുവൻ, തനിക്ക് ലാഭമായത് മുഴുവൻ ചാപ്പന്നും ചാമറന്നും അങ്ങനെ കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, നിനക്ക് ഇമ്പമെന്ന് തോന്നുന്നത്, കൊള്ളാമെന്ന് തോന്നുന്നത്, അത് ചപ്പാണ്, അത് ചവറാണ്, അത് വേസ്റ്റാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ദൈവ പൈതല് യേശുവിനെ മാത്രം അറിഞ്ഞാൽ പോരാ, അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അറിയണം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അമ്മേൻ. ഇന്ന് രാത്രി അമ്മേൻ ഈ മീറ്റിംഗ് എപ്പോൾ തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം സബ്ജക്റ്റ് യേശു ആരാന്നാ. അമ്മേൻ. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോസിഫസും അദ്ദേഹത്തിൻ്റെ ആന്റിക്വിറ്റീസ് എന്ന പുസ്തകവും ആ കാലത്തെ ചരിത്രകാരായിരുന്ന ടാസിറ്റസും
അവൻ AD 300 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പോളിക്കർപ്പും തെർത്തുല്യനും ഉൾപ്പെടെ ലോക ചരിത്രത്തെ കണ്ട അഥനഗോറസും പെദഗോറസും ദോഷിക ദാർശനിക ശാസ്ത്രജ്ഞൻ ഡയോജിനസും പ്ലേറ്റോയും സോക്രട്ടീസും ഉൾപ്പെടെ തീർന്നില്ല. അൻവർ സാദത്തും ഗോൾഡ മേയറും ഏബ്രഹാം ലിങ്കണും വിൻസ്റ്റൺ ചർച്ചിലും ലോക ചരിത്രത്തിലെ എഴുത്തുകാരുടെ രചനാ വൈഭവങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ടോൾസ്റ്റോയും ഷേക്സ്പിയറും ഉൾപ്പെടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ലോക ചരിത്ര നായകന്മാർ, ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാർ, രാഷ്ട്രീയ പടുക്കൾ, ഭണ്ഡാരനായകെ, വിജയതുംഗെ, അതിലൊന്നുതിലെ എന്ന് വേണ്ട സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, കമലാ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, ലോക ചരിത്ര നായകന്മാർ, ഇന്ത്യൻ ചരിത്ര നായകന്മാർ മുഴുവൻ പേരും എന്തിനേറെ സ്വാതന്ത്ര്യ സമര സേനയെ അഹിംസ കൊണ്ട് ആയുധമാക്കി നയിച്ച മഹാത്മാഗാന്ധി ഉൾപ്പെടെ അവർ ബൈബിൾ ഉയർത്തി പറഞ്ഞു, യേശു ക്രിസ്തു ഇതുപോലെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ആമേൻ. 10ാം ക്ലാസ്സും കുസ്തിയും പഠിച്ച് 5ൽ 6 പ്രാവശ്യം തോറ്റവൻ ഏതെങ്കിലും കവലയിൽ നിന്നുകൊണ്ട് ഉപദേശിയെ കുറ്റം പറയുമ്പം നീ എന്തിനാ വിഷമിക്കുന്നേ? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ജെയിംസ് ഇർവിൻ പറയുന്നു, യേശുവിനെ പോലെ ലോകത്തിൽ ആരുമില്ല. അവൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാക്കളായ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരോ, ബൾബ് ഉൾപ്പെടെ, ടേപ്പ് റിക്കാർഡ് ഉൾപ്പെടെ, അവൻ ഗ്രാവൺ ബോക്സ് വരെ കണ്ടുപിടിച്ച തോമസ് അൽവാ എഡിസനും, അവൻ താഴെ മോളിൽ നിന്ന് താഴേക്ക് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ച ഐൻസ്റ്റീനും ഉൾപ്പെടെ ശാസ്ത്രപ്പടുക്കൾ മുഴുവൻ യേശു ക്രിസ്തു ദൈവമെന്ന് പറഞ്ഞപ്പോൾ കുറ്റിച്ചലിൽ ഏതെങ്കിലും അവൻ വഴക്കാളി ഒരു ഉപദേശിയോട് പിന്നെ യേശു എന്ന് പറയുമ്പോൾ പേടിച്ചു പോകുന്നവരല്ല ദൈവമക്കൾ, കൃപ നഷ്ടപ്പെടുന്നവരല്ല ദൈവമക്കൾ. നിങ്ങൾക്കറിയാമോ, ഈ സുവിശേഷത്തിന് വിലയുണ്ടെന്ന് ഏറ്റവും നന്നായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് പാസ്റ്റേഴ്സ് അല്ല, ഈ സുവിശേഷത്തിൻ്റെ എതിരാളികളാണ്. ആമേൻ. കുറ്റിച്ചലിൽ ഏറ്റവും കൂടുതൽ ശത്രു പാസ്റ്റർക്കാണുള്ളതെങ്കിൽ കുറ്റിച്ചലിൽ ഏറ്റവും വലിയ ശക്തിമാൻ നിങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത്ര ശത്രുക്കൾ പിടികിട്ടിയില്ല. ആമേൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഒരു രാജ്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും ശക്തമായ രാജ്യമാണ്. നിങ്ങൾക്കത് അത്ര അങ്ങോട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരൊന്നും അതൊന്നും മനസ്സിലായ പോലെ അല്ല ഇരിക്കുന്നത്. ഇനി ഞാൻ പറയാം, ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരുപാട് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങൾ, അതിൻ്റെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല, പല ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ ഞാൻ K. എബ്രഹാം 2 കൈയും നീട്ടി സ്വീകരിക്കും. പൈസ ഒന്നും ചോദിക്കരുത്, സൗജന്യമായിട്ട് തരണം, സൗജന്യമായിട്ട്. എൻ്റെ അലമാരിക്കകത്ത് ഞാൻ കൊണ്ടുവെക്കും, ഒരു പ്രശ്നവുമില്ല. ഏത് മതത്തിൻ്റെ പുസ്തകവും 10 തന്നാൽ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ തിരിച്ച് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഉപദേശി ബസ് സ്റ്റാൻഡിൽ ട്രാക്ട് കൊടുത്തപ്പം നീ എന്തിനാ അവനെ തല്ലിയേ? നീ തന്ന പുസ്തകം ഞാൻ മേടിച്ചപ്പം നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ പുസ്തകം എൻ്റെ ലൈബ്രറി കൊണ്ടുവച്ചില്ലേ. എനിക്ക് ആ പുസ്തകത്തെ പേടിയില്ല. എൻ്റെ വീട്ടിലിരുന്നാൽ എനിക്കൊരു കുഴപ്പവും വരുത്തില്ല. நான் சொல்றது உங்களுக்கு புரியுதா? உலகத்தில் இருக்கிற எந்த புத்தகமும் ஏன் லைப்ரரியில் கொண்டு வச்சா எனக்கு பயம் இல்லை. ஆனா நான் கேட்கிறேன், ഈ വേദപുസ്തകത്തിലെ ഒരു ചെറിയ പേപ്പർ 4 വാക്യം ഞങ്ങളുടെ ദൈവദാസന്മാർ ട്രാക്ട് അച്ചടിച്ച് കവലെ കൊടുത്തപ്പം നീ എന്തിനെ ഉപദേശിയെ തല്ലിയേ? ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ പുസ്തകം ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിൽ ഒരു പേപ്പർ കണ്ടാൽ നിനക്ക് പേടിയാ.
ഈ പുസ്തകത്തിന് വിലയുണ്ടെന്ന് ഈ ലോകത്തിൽ ഇതിനെ എതിർക്കുന്നവരാ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും, ഇതുപോലെ ശാസ്ത്രീയ വീക്ഷണത്തിൽ തെറ്റില്ലാത്ത അവൻ സാധക പാഠക ന്യായന അവൻ പ്രവചന ഋതുകൾ വ്യക്തമായി രചിച്ച ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, കടലിൽ എന്ത് സംഭവിക്കും, കരയ്ക്ക് എന്ത് സംഭവിക്കും, നാളെ നിനക്കെന്ത് സംഭവിക്കും, രാജ്യത്തിന് എന്ത് സംഭവിക്കും, ഇന്ത്യ ആര് ഭരിക്കും എന്നെഴുതപ്പെട്ട ഏക വിശ്വാസ പ്രഖ്യാപന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാകയാൽ അതിൽ പ്രതിപാദിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ലോകരക്ഷകനാകയാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഇങ്ങനൊക്കെ ആന്ധ്രയിൽ പോയി പ്രസംഗിക്കാറുണ്ട്, ആന്ധ്ര. പക്ഷെ ആന്ധ്രയിൽ പ്രസംഗിക്കുമ്പം ഞാൻ ഇങ്ങനൊക്കെ പറയുമ്പോൾ കുറേ പേര് എഴുന്നേറ്റ് നിന്ന് ചാടും. എനിക്കിപ്പോൾ രാത്രിക്ക് ആന്ധ്രയിൽ പോകുന്ന സമയമില്ലല്ലോ, എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ചാടുക ഒന്നും ചെയ്തില്ലേലും ഇരുന്നുകൊണ്ടായാലും ഒന്ന് ചാടും. കാരണം ഇതൊക്കെ കേട്ട അനങ്ങുന്നില്ലെങ്കിൽ എന്തോ കേട്ടാ പിന്നെ അനങ്ങും. ദൈവകൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ കേട്ടാ നീ ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതൊക്കെ കേട്ടാ നിന്റെ അകത്ത് കത്തുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവവചനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, എൻ്റെ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നീ ഇരിക്കുന്ന കസേരയ്ക്ക് തീ പിടിക്കും. അതല്ലേ അതിനപ്പുറത്ത് നീ ആ തീക്കകത്ത് കത്തും. ആമേൻ. ഓ ശബനവശാക്കന. ഒരിക്കൽ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആമേൻ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പേരിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ചാടും. കേരളത്തിൽ തന്നെയുള്ള സഭയാ. അപ്പം ഞാൻ അവരോട് ഈ പ്രസംഗത്തിനിടയിൽ ചോദിച്ചു, ആ എഴുന്നേറ്റ് നിന്ന് ചാടുന്ന ഒരാളോട് പറഞ്ഞു, ബ്രദർ ഇങ്ങ് വന്നാട്ട്, എന്നിട്ട് മൈക്ക് ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞു. യോഗം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എഴുന്നേറ്റ് ചാടുന്നേ? ഉടനെ പുള്ളി പറയാ, കസേരയ്ക്കും തീ പിടിച്ചു പാസ്റ്റർ. എത്ര പേർക്ക് പറഞ്ഞു തീ പിടിച്ച കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കുന്നിടം വെന്ത് പോകും. അവൻ തീ പിടിച്ച കസേരയിൽ ഇന്ന് രാത്രി അഭിഷേകമുള്ളവൻ ഇരിക്കുന്നിടത്ത് ദൈവാത്മാവന്റെ ശക്തി ആവരിച്ചിട്ട് അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും സന്തോഷത്തോടെ. അവൻ എന്റെ സബ്ജക്റ്റ് യേശു ആര്. പോകാം നമുക്ക്. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യേശു ആര്? ഹല്ലേലൂയ. 21 ദിവസം കൊണ്ട് ലഹരി കൂടിയ വീഞ്ഞാകണ്ട പച്ചവെള്ളത്തെ മുന്തിരിങ്ങ ഇല്ലാതെ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, മുന്തിരിയുടെ ജ്യൂസ് ഇല്ലാതെ, മുന്തിരിയുടെ എസൻസ് ഇല്ലാതെ, കലത്തിനകത്ത് കോരിവെച്ച വെള്ളത്തിൽ കൈയിട്ട് കലക്കാതെ, അതിനെ വക്കെ പിടിച്ചുകൊണ്ട് അന്യഭാഷ പറയാതെ ഒരൊറ്റ നോട്ടം കൊണ്ട് അതിനെ വീഞ്ഞാക്കിയ ലോക ചരിത്രത്തിലെ കെമിസ്ട്രിയുടെ തലതൊട്ടപ്പനാണ് എൻ്റെ പ്രാണനാഥൻ. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് ഫെർമെന്റേഷൻ നടക്കണ്ട ആമൻ വീഞ്ഞ് മുന്തിരി പിഴിഞ്ഞു വെച്ചാൽ പോലും ലഹരി കൂടണമെങ്കിൽ 21 ദിവസം വേണമെന്ന് ലോകശാസ്ത്രം വിളിച്ചു പറയുമ്പോൾ ആമൻ കൽപാത്രത്തിനകത്ത് എസൻസ് ഇടാതെ, അതിനകത്ത് വെള്ളം കോരി കൈയിട്ട് കലക്കാതെ, വക്കിൽ പിടിച്ച് അന്യഭാഷ പറയാതെ നോട്ടം കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ രസതന്ത്രത്തിന്റെ രാജാവ് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നൂറുകണക്കിന് വർഷങ്ങൾ ISROയിലും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലും നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാർ രാവും പകലും വരുന്ന ഡട്ടും ബോൾട്ടുമിട്ട് വയാറുമിട്ട് മുറുക്കിയുണ്ടാക്കിയ യന്ത്രങ്ങൾ അതിൻ്റെ പുറകുവശത്ത് തീപിടിപ്പിക്കുമ്പോൾ ആകാശത്തേക്ക് പറന്നു പോകുന്ന റോക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചന്ദ്രയാൻ ഉൾപ്പെടെ. എന്നാൽ അമ്പരച്ചുംബിയായ ഒലിവ മലയിൽ തൻ്റെ കോമളപാദം ചവിട്ടി ഒരു നട്ടുമില്ലാതെ, ഒരു ബോൾട്ടുമില്ലാതെ, ഒരു ഇന്ധനവുമില്ലാതെ ഉറങ്ങി നാല് തീ കത്തിക്കുവാൻ ശാസ്ത്രജ്ഞന്മാരില്ലാതെ അവൻ ആകാശ വീതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് റോക്കറ്റിനേക്കാൾ വേഗത്തിൽ സ്വർഗാരോഹണം ചെയ്ത ഫിസിക്സിന്റെ രാജാവിനെ ഇന്ന് രാത്രി എത്ര പേർക്കറിയാം? അവൻ കെമിസ്ട്രിയുടെ രാജാവ് മാത്രമല്ല, അവൻ ഫിസിക്സിന്റെ രാജാവാ. യെസ്, ഭൂഗുരുത്വാകർഷണ നിയമം പഠിപ്പിച്ച ഐൻസ്റ്റീൻ ലോക ചരിത്രത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ചത് 3 ആപ്പിളാ. ചെറുപ്പക്കാരൊക്കെ വേണ്ടി എഴുതി വെച്ചു, 3 ആപ്പിളാണ് ലോകത്തെ കീഴ്മേൽ മറിച്ച്. അതിലൊന്ന്
ആദാമും ഹവ്വയും കൂടെ പറിച്ച് തിന്ന ആപ്പിൾ തകർത്ത് കളഞ്ഞില്ലേ? രണ്ടാമത് ഐൻസ്റ്റീൻ്റെ തലേ വീണ രണ്ടാമത്തെ ആപ്പിൾ. 3 മൊബൈൽ കമ്പനിക്കാരനുണ്ടാക്കിയ ഇപ്പോഴത്തെ ആപ്പിൾ. ഈ 3 ആപ്പിളും കൂടി ഈ ലോകം തകർത്ത് കളഞ്ഞു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഭൂഗുരുത്വാകർഷണങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത്, എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഈ തുവാല മുകളിലോട്ടിട്ടാൽ ഇത് താഴോട്ട് വീഴും. ആമേൻ. ഇതിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷൻ തിയറി. ആമേൻ. എന്നാൽ കർത്താവ് അത് തിയറിയുടെ ഒരു വ്യത്യസ്തമായ മേഖലയെ പഠിപ്പിച്ചു. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് വിശുദ്ധന്മാർ മുകളിൽ നിന്ന് താഴോട്ടല്ല, താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു ഫിസിക്സിന്റെ ഒരു അത്ഭുത ശാസ്ത്രം ലോകത്തെ മുഴുവൻ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാൽ സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. ഇതൊക്കെ നടക്കുമോ പാസ്റ്ററെ? തെളിവ് ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇപ്പം തന്നെ തെളിവുണ്ടല്ലോ. എന്നോട് ചിലരൊക്കെ ചോദിക്കും, കെ എബ്രഹാം പാസ്റ്റർക്ക് സ്റ്റാൻഡ് മൈക്ക് വെച്ചുകൊണ്ട് നിന്നോണ്ട് പ്രസംഗിച്ചാൽ പോരെ, പാസ്റ്റർ എന്തിനാ മൈക്ക് എടുത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചാടുന്നെന്ന്. ഞാൻ പറഞ്ഞു, ചാടുന്നതല്ല, ചാടിപ്പോകുന്നതാ. ചാടണ്ട ചാടണ്ട എന്ന് വിചാരിച്ചാലും അമ്മേൻ. എൻ്റെ ഭാര്യ എന്നോട് പറയും, പ്രായമൊക്കെ കുടുംബം കുറച്ച് നിന്നൊക്കെ പ്രസംഗിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനൊക്കെ പറഞ്ഞ സ്റ്റേജിൽ കയറുന്നേ 15 മിനിറ്റ് കഴിയുമ്പം ബ്രദറെ ചാടിപ്പോവും. ഇതെന്നാ പ്രശ്നം എന്നറിയാമോ? എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണെങ്കിലും സ്വർണം ഉൾപ്പെടെ 94 മൂലകങ്ങൾ ഇതിനകത്തുണ്ട്. ഇച്ചിരി സ്വർണ്ണമുണ്ട്, ലേശം, അതെല്ലാം ഒരു മിനുക്കം, എല്ലാം ഉണ്ട്. ഇതല്ലേ ഇതിനകത്തുണ്ട്, ചെമ്പും ഫോസ്ഫറസും ഇരുമ്പും അല്ലേ, എല്ലാം ഇതിനകത്തുണ്ട്. ഈ 94 മൂലകങ്ങൾ ഈ ശരീരത്തിലുണ്ട്. എല്ലാത്തിനൂടെ പറയുന്ന പേര് മണ്ണെന്ന. അപ്പം ഈ മണ്ണിനൊരു നിയമമുണ്ട്. മണ്ണെപ്പോഴും നമ്മൾ എങ്ങോട്ട് പൊങ്ങിയാലും താഴോട്ട് വലിക്കും. മനസ്സിലായോ? എന്നാൽ എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അത് താഴേന്ന് വന്നതല്ല, മുകളിൽ നിന്ന് വന്നതാ. അതെന്നെ പിടിച്ച് മുകളിലോട്ട് വലിക്കും. സ്തോത്രം പറഞ്ഞേ. അപ്പം ആരാധിക്കുമ്പം മണ്ണ് താഴോട്ടും ആത്മാ മുകളിലോട്ട് വലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 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 ആകുന്നത്. സ്പ്രിങ് പോലെ അങ്ങ് നിൽക്കുക, സ്പ്രിങ് പോലെ നിൽക്കുക. ഇപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ട്, അതെനിക്കറിയാം, അതുകൂടെ തീർത്തിട്ട് പോകാം. പക്ഷേ ഞങ്ങളുടെ സഭയിൽ ചിലതൊന്നും സ്പ്രിങ് പോലെ ഇരിക്കുന്നില്ല, ആട്ടുകല്ല് പോലെ ഇങ്ങനെ കാറ്റടിച്ചാലും അനങ്ങാതിരിക്കുകയാണല്ലോ. മണ്ണ് മാത്രമേ ഉള്ളതാ. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന അഭിഷേകം വ്യാപരിക്കുമ്പോൾ നീ അറിയാതെ ചലിക്കാൻ തുടങ്ങും. അറിയാതെ നീ ചലിക്കാൻ തുടങ്ങും. നിന്റെ മേലെ ഒരു അഭിഷേകമുണ്ടെന്ന് അറിയുന്നത് നീ ചലിക്കുമ്പോഴാ. ഇന്ന് രാത്രി അഭിഷേകമുള്ളവരുടെ ആരാധനയല്ല, ആർക്കെ ഓഡിറ്റോറിയത്തിൽ അഭിഷേകമുള്ളവരുടെ ആർപ്പ് വിളി വരട്ടെ, ആർപ്പ് വിളി വരട്ടെ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സൂചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവൻ കെമിസ്ട്രിയുടെ രാജാവാണ്. 2 അവൻ ഫിസിക്സിന്റെ രാജാവാ. യേശു ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവൻ ബയോളജിയുടെ രാജാവാ. അനിത്യമായ മണ്ണും അനിത്യമായ മണ്ണും നിത്യമായ ആത്മാവുമെന്ന പരസ്പര വൈരുദ്ധ്യങ്ങളായ 2 വസ്തുക്കളെ അവൻ തമ്പുരാൻ തൻ്റെ കര പല്ലവത്തിലെടുത്ത് അതിനെ പരസ്പര പൂരകമാക്കി, മണ്ണിനെ മാംസമാക്കി, മനുഷ്യനിൽ ജീവനേകി അവൻ്റെ മസ്തിഷ്കത്തിനകത്ത് ലോകത്തിൻ്റെ മുഴുവൻ അറിവുകൾ കുത്തി നിറച്ച ഈ ലോകത്തെ സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി സകലം അടക്കി ഭരിക്കുവാൻ അവൻ അധികാരം കൊടുത്ത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവൻ ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രമെന്ന. യേശു ബയോളജിയുടെ രാജാവെന്ന് പറയാൻ കാരണം, ഇവിടുത്തെ ആശാരിമാർ ഏത് കട്ടിൽ പണിതാലും ഇച്ചിരി ചിന്തേരിൻ്റെ പൊടിയും കത്തിക്കാൻ 2-3 കഷ്ണം വിറകും ബാലൻസ് വരുമോ ഇല്ലയോ? ഇവിടുത്തെ ഏത് മേശയിൽ വീട് പണിതാലും കുറച്ച് ഇഷ്ടികയും കുറച്ച് സിമെൻറ്റും ഇച്ചിരി എംസാൻറ്റും മിച്ചം വരും. തമ്പുരാൻ
ലോകം മുഴുവൻ സൃഷ്ടിച്ചു, ഒന്നും മിച്ചം വന്നില്ല. അതാ ബയോളജി എന്ന് പറയുന്നത്. വരവ് കാ ഇത്ര കാ, ചെലവ് കാ ഇത്ര കാ, മിച്ചം കാ ഇല്ല കാ. കറക്റ്റ് കണക്ക്. സ്വത്രം പറഞ്ഞോട്ടെ. അവിടം കൊണ്ടും തീർന്നില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മൂക്ക് താഴോട്ടും അതിൻ്റെ ദ്വാരം മുകളിലോട്ടും വെച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, മഴവെള്ളം മൂക്കിൽ വീഴാതെ. തിരിച്ചെങ്ങാണമായിരുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ കണ്ണിൻ്റെ പുരികത്തില് ഈ മുടി ഇങ്ങനെ വെച്ചത്, നിന്റെ തലയിൽ നിന്ന് ഒഴുകി വരുന്ന വിയർപ്പ് നിന്റെ വീണ് നിന്റെ കൃഷ്ണമണിക്ക് കേടുവരാതിരിക്കാൻ ജനലിന്റെ മുകളിൽ സൺഷെയ്ഡ് വാർക്കുന്ന പോലെ തമ്പുരാൻ നിന്റെ കണ്ണിന് ഒരു ഷെയ്ഡ് വാർത്തിരിക്കുക. അത് സമയം കിട്ടുമ്പോൾ പ്ലക്ക് ചെയ്ത് കളയരുത്. കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്റെ കണ്ണിനകത്ത് ഈച്ച വീഴാതിരിക്കാൻ കാറിന്റെ വാട്ടർ വൈപ്പർ പോലെ അതിൽ പീലി വെച്ച് വരുന്ന ഈച്ചകളെ പ്രാണികളെ തട്ടിത്തെറിപ്പിക്കാൻ നിന്റെ കണ്ണിന് ഇത്ര ഭംഗിയായി ആവരണം ചെയ്ത ഒരു ബയോളജിയുടെ രാജാവ്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഒന്ന് ചെറുതായിട്ട് അറിയാതെ കടിച്ചാൽ മുറിഞ്ഞു പോകുന്ന അസ്ഥിയില്ലാത്ത നാക്ക്, ചറപറ കടിക്കുന്ന 32 പല്ലിനിടയിൽ മുറിഞ്ഞു പോകാതെ കിടക്കുന്നതാണ് കൃപ. ആമേൻ. ഈയുടെ പല്ല് നാക്കിനോട് പറഞ്ഞെന്നാണ് കഥ. പല്ലേ പല്ലേ അല്ല, നാക്കിനോട് പറഞ്ഞെന്ന്. നാക്കേ, നീ ഇങ്ങനെ പാമ്പ് പോലെ മീൻ പോലെ വായിക്കാത്ത കിടക്കുന്നില്ലേ? ഞങ്ങളുടെ കരുണ കൊണ്ടാ, ഞങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ കടിക്കുന്നതുകൊണ്ടാ. വായ്ക്കകത്ത് വെക്കുന്ന എല്ലാത്തിനും കടി കിട്ടുകയും അപ്പോൾ തന്നെ നാക്കിന് കടി കിട്ടാതിരിക്കുകയും. എന്തൊരു ഭയങ്കര സർവീസാണേ. അപ്പൊ നാക്ക് പല്ലിനോട് പറഞ്ഞെന്നാ, ബഹുമാനപ്പെട്ട പല്ലേ, അഹങ്കരിക്കരുത്. ഞാൻ മര്യാദയ്ക്ക് വായിക്കാത്ത കിടക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. ഞാനൊന്ന് വളച്ചാൽ ആമ്പിളരെ അടിച്ച് താഴെ കളയും. 32 ഈ പല്ലിനെയും ഈ നാക്കിനെയും ക്രമമായി കൊണ്ടു നടക്കുന്ന ഒരു ബയോളജിയുടെ രാജാവോ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഞാൻ ഇന്ന് രാത്രി ഇത് ശരീരം മുഴുവൻ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. സ്തോത്രം. ഒത്തിരി പറയാനുണ്ട്. തലയിലെ മുടി അത് വെട്ടിയില്ലെങ്കിൽ വളരും. ഈ കർത്താവിൻ്റെ ബയോളജി ഭയങ്കരമാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഭയങ്കര. മുടി വളരും. ഇതിൻ്റെ പേര് ഹെയർ എന്നാണ്. ഹെയർ ഇത് വെട്ടിയില്ലെങ്കിൽ വളരും. അതുകൊണ്ടാണ് സഹോദരിമാർ മുടി പിന്നിട്ടേക്കുന്നത്. വളരുന്നുണ്ട്. എന്നാൽ നിന്റെ പുരികത്തും മുടിയാണ്, നിന്റെ പീലിയും മുടിയാ. തലമുടി വളരുന്ന പോലെ നിന്റെ പുരികം വളർന്നാൽ, തലമുടി വളരുന്ന പോലെ നിന്റെ കണ്ണിന്റെ പീലി വളർന്നാൽ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുരികം പിന്നി വെച്ച് സ്ലൈഡ് കുത്തിക്കൊണ്ടിരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച്. ഇതൊക്കെ എന്നെയൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ പുരികം പൊക്കി പിടിച്ചുകൊണ്ട് വേണം കാണാൻ. അല്ലെ റിബൺ വെച്ച് കെട്ടി സൈഡിൽ കൂടെ ഇട്ട് വട്ടം കെട്ടേണ്ടി വരും. സ്തോത്രം. എന്നാൽ കണ്ണിന്റെ പുരികത്തിൽ കർത്താവ് ഈ മുടിയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ആ പുരികത്തോട് ഇങ്ങനെ പറഞ്ഞു, ക്രമത്തിലധികം വളരരുത്. എന്നാൽ തലമുടിയോട് പറഞ്ഞു, ആവശ്യം പോലെ വളർന്നു. ഇന്ന് രാത്രി ആമേ അതാതിന് അതിന്റെ കൃത്യതയില് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ബയോളജിയുടെ രാജാവിനെ ഇന്ന് രാത്രി യേശു ആര്? തീർന്നില്ല. അവൻ മാത്തമാറ്റിക്സിന്റെ രാജാവാ. മാത്തമാറ്റിക്സിന്റെ രാജാവാ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്ന് രാത്രി ഒത്തിരി പറയാനുണ്ട്. എല്ലാം പറയാൻ സമയമില്ല. 3 ദിവസത്തെ സുവിശേഷ യോഗത്തിന് വിട്ടപ്പോൾ അമ്മ മകന്റെ കയ്യിൽ 5 അപ്പം പൊതിഞ്ഞു കൊടുത്തു. അമ്മ കറക്റ്റ്? ജാക്സൺ പാസ്റ്ററിനേക്കാൾ ഒത്തിരി പ്രായക്കുറവാണ്. എൻ്റെ മകൻ്റെ പ്രായമൊക്കെ കാണും. എനിക്ക് അത്രയ്ക്ക് പ്രായമുണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നു, 3 ദിവസത്തെ യോഗത്തിന് എന്തിനാണ് 5 അപ്പം? ഇനി അഥവാ ഇരിക്കട്ടെ, ഉണ്ടാക്കിയപ്പോൾ അമ്മ 5 അപ്പം പൊതിഞ്ഞു കൊടുത്തു. ഒരു ദിവസം ഇവൻ എത്ര അപ്പം വെച്ച് തിന്നണം?
2 വെച്ച് തിന്നാൽ 1.5 വെച്ച് തിന്നാൽ അരയപ്പം മിച്ചവാ പാസ്റ്ററെ. 1 വെച്ച് തിന്നാൽ 2 മിച്ചവാ. 2 വെച്ച് തിന്നണമെങ്കിൽ 6 വേണം. എങ്ങനെ കൂട്ടിയാലും കണക്ക് കറക്റ്റ് അല്ല. ഇനി പോട്ട് 5 അപ്പം, എന്നാൽ 5 അപ്പത്തിന് കൂട്ടാൻ കൊടുത്തത് 2 മീൻ. അങ്ങനെയാണ് 1 അപ്പത്തിന് എത്ര മീൻ വെച്ച് കൂട്ടണം? 1 വെച്ച് കൂട്ടിയാൽ 5 മീൻ വേണം. 1.5 വെച്ച് കൂട്ടിയാൽ 2.5 മീൻ വേണം. ഒരിക്കലും ശരിയാകാത്തൊരു കണക്കാണ് 5 അപ്പവും 2 മീനും. എന്നാൽ മാത്തമാറ്റിക്സിന്റെ രാജാവിന്റെ കയ്യിലോട്ട് ഈ 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ കൂട്ടിയാലും കൂട്ടിയാലും മനസ്സിലാകാത്ത കണക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കൂട്ടി 5000 പുരുഷന്മാർ, 5000 സ്ത്രീകള്, ആവശ്യം പോലെ കുട്ടികള് എല്ലാവരും കഴിച്ച് 12 കൂടെ മിച്ചം. അവരാണ് കണക്കിന്റെ രാജാവ്. സ്തോത്രം പറഞ്ഞാട്ടെ. യേശു ആരാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് ഉയർത്താൻ പോവാ. എൻ്റെ കൂടെ റെഡിയാണോ നിങ്ങൾ? ആമേൻ. ഞാൻ യേശുവിനെ ഒന്ന് ഉയർത്തിയാൽ ഞാൻ ഒരു സ്തോത്രം പറയാമെന്നവിടെ കൈ ഒന്ന് കാണട്ടെ. ആമേൻ. പാസ്റ്റർ കെ എബ്രഹാം യേശുവിൻ്റെ ഒരു പേര് പറയുമ്പോൾ ഞാനൊരു സ്തോത്രം പറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരുടെ കൈ ഒന്ന് കാണട്ടെ. എങ്കിൽ പോകാം. അവൻ പാപമോചകൻ. എവിടെ സ്തോത്രം? ഞാൻ ഒരു പേര് യേശുവിനെ പറയുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞിരിക്കണം. അവൻ പാപമോചകൻ, അവൻ സൗഖ്യദായകൻ, അവൻ ആർദ്രതയുള്ളവൻ, അവൻ മനസ്സിലുള്ളവൻ, അവൻ സകലത്തെയും ഭരിക്കുന്നവൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ നിത്യപിതാവ്, അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, അവൻ സർവജ്ഞാനി, അവൻ സ്വയംഭൂ. പറഞ്ഞു നോക്കിയോ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിന് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ, വാരത്ത് പങ്കച്ച് കെട്ടിയവൻ, നിലവിളക്ക് നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സജ്ജമായി കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലെ ശബ്ദമുള്ളവൻ, ഇരുവായത്തിലെ മൂർച്ചയുള്ള വാഴ്ന്നു പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ കോരുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കിയവൻ, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, അവൻ താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ, തത്വത്തിന്റെ മുദ്ര, മഹത്വത്തിന്റെ പ്രത്യാശ, നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, മനസ്സിനൊത്ത ഇടയൻ, ജീവനെ തന്ന ഇടയൻ. ഇന്ന് രാത്രി ആരാധിച്ചോ? കല്ലറ പൊളിച്ചവൻ, മുദ്രയെ തകർത്തവൻ, മരണത്തെ ജയിച്ചവൻ, പീശാചിനെ തകർത്തവൻ, ആയുധം വെച്ച് കീഴടക്കിയവൻ, നരകം കൊള്ളയടിച്ചവൻ, സ്വർഗം നിറച്ചവൻ, രാജാതി രാജാവ്, ഇതാ മടങ്ങി വരുന്ന രാജാവ്, എന്റെ രക്ഷകനായ എന്റെ പ്രാണനാഥൻ, 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 എന്റെ പ്രാണനാഥൻ. ഓറസേ കോസേ റിബസകറോ ജെമസേ ഓറസമോഖോദാനസേ രംഗമാനസോ രാമസേ ഓരേജസേ യേസമസോ ജാമസേ. യേശു ആര്? എന്റെ യേശു ആര്? ആരാധിക്കുക, ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക, സർവശക്തനെ ആരാധിക്കുക, സകലത്തിന്റെയും നാഥനെ ഈ രാത്രി ആരാധിക്കുക. യേശുവേ, എന്റെ യേശുവേ,
എന്റെ പ്രാണനാഥനെ, പ്രാർത്ഥനയുടെ ദിവസത്തേക്ക് യേശു ആര്? ഉൽപ്പത്തിയിൽ അവൻ സ്ത്രീയുടെ സന്തതി, സാത്താന്റെ തലയെ തകർക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ. ഗലാത്യർ 4:4 പൗലോസ് അത് ഉറപ്പിച്ചു, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി. ചിലരൊക്കെ ചില കോൺട്രവേഴ്സികൾ പറയാറുണ്ട്. നമ്മളും സ്ത്രീയുടെ സന്തതികളല്ലേ? അല്ലേ? അല്ലേ? അല്ലേന്നോ അതേന്നോ? അല്ല. ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ അറിഞ്ഞോളാം, നമ്മൾ സ്ത്രീയുടെ സന്തതിയല്ല. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടിട്ട് പോകണം, അവരുടെ അഡ്രസ്സ് എനിക്ക് വേണം. കാരണം നമ്മളെല്ലാം സ്ത്രീയുടെ പുരുഷന്റെ കൂടെ സന്തതിയാണ്. നമ്മളെല്ലാം സ്ത്രീയുടെ. ഇനി ഈ യോഗത്തിൽ സ്ത്രീയുടെ മാത്രം സന്തതിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടിട്ട് പോകാം, ഞാൻ അവരെ അന്വേഷിച്ച് നടക്കാൻ. സ്തോത്രം. അങ്ങനെ ലോകത്തിൽ ആരും ഇല്ല, യേശു മാത്രം. ആമേൻ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ അവൻ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാ. അവൻ കുറ്റിച്ചെല്ലും കാട്ടാക്കടയിലും പൂവച്ചെല്ലും ആര്യനാട്ടും. അമേൻ. കള്ളിക്കാടും പരിസരത്തും തിരുവനന്തപുരത്തും പിശാചില്ലാഞ്ഞിട്ടല്ല നിന്റെ വീട്ടിൽ കയറാത്ത. നിന്റെ കട്ടളപ്പടിമയിലും നിന്റെ കുറുമ്പടിമയിലും പെസഹ കുഞ്ഞാടിന്റെ രക്തമുള്ളത് കൊണ്ട്. ഞങ്ങളെയൊക്കെ പിശാചിന് നോട്ടമുണ്ട്. ആമേൻ, ആമേൻ. ഞങ്ങളെയൊക്കെ നോട്ടമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഈ യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പം എത്ര പിശാച് നിങ്ങളെ നോട്ടമിട്ടെന്നുവല്ലോ നിങ്ങൾക്കറിയാമോ? അതിന് ബൈബിൾ അറിയണം. നിന്റെ വശത്ത് 1000 പിശാചും നിന്റെ വലതുവശത്ത് 10,000 പിശാചും, മൊത്തം എത്ര? 11,000 പിശാചിന് നടുക്കൂടാ നീ വന്നേ. പക്ഷേ അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
എനിക്ക് വഴിയറിയാമെന്നുകൊണ്ടാണ് വന്നേ, എനിക്ക് വണ്ടി ഉള്ളത് കൊണ്ടാണ് വന്നേ, എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്നത് കൊണ്ടാണ് വന്നേ, എനിക്ക് വഴി എല്ലാ സ്ഥലവും നല്ല പരിചയമുള്ളത് കൊണ്ടാണ് വന്നേ, വഴിയിൽ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് വന്നേ എന്നൊന്നും പറഞ്ഞ് വെറുതെ അഹങ്കരിക്കരുത്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ അടയാളം ഉള്ളതുകൊണ്ടാണ് നീ വന്നേ. ആമേൻ. എന്നാൽ ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാ. ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, ചുവപ്പ് കല്ല് തുടങ്ങിയ 12 വിധ രത്നങ്ങൾ കൊണ്ടുള്ള മാർപ്പതക്കവും അതിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും 5 നൂല് പിരിച്ച അങ്കിയും അതിനടിയിൽ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, തിണ്ടിച്ചേർത്ത തലപ്പാവും അവൻ അഭിഷേക തൈലവുമുള്ള മഹാപുരോഹിതനായി. ഇന്ന് രാത്രി കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായ ഒരു കർത്താവുള്ളത് കൊണ്ട് സ്തോത്രം. എന്നാൽ സംഖ്യാപുസ്തകത്തിൽ അങ്ങനല്ല, അവൻ മന്നായാണ്. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൊത്തമ്പാലിന് പോലെ തേൻ പുരട്ടിയ ആമേൻ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട മന്ന. പഴയ നിയമത്തിലെ മന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ സമാഗമന കൂടാരത്തിന്റെ അവൻ വിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ അഹരോന്റെ തളിർത്ത വടി, അവൻ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. അതിനകത്തൊരു എഴുത്തിനകത്ത് ഒരു ലിറ്ററൽ ഒരു റീറൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നും. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്ന് പറയുമ്പം പൊൻപാത്രത്തിനാണ് വില. മനസ്സിലായോ? അതിങ്ങനെ പറയണമെന്നു, പൊൻപാത്രത്തിൽ ഇട്ട് വെച്ച മന്ന എന്ന് വേണം പറയാൻ. കാരണം പൊൻപാത്രത്തിനല്ല വില, പൊന്നിനേക്കാൾ വില മന്ന. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നീ ആ മന്ന പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കേട്ടോ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾ അവൻ അധികാരം കിട്ടി. 1:12 1:14 വചനം ജഡമെടുത്തു, മന്ന ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. 1:26 നിങ്ങൾ അറിയാത്ത ഒരുവൻ എന്ന് രാത്രി നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. 1:29 ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പഴയ നിയമത്തിലെ മന്ന അത് ഭക്ഷിക്കുന്നവരായിരുന്നു. അത് പഴയ നിയമത്തിലെ ഭക്തന്മാർ അത് ഭക്ഷിച്ചവരാണ്. 40 കൊല്ലം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. 40 കൊല്ലം അവർ മന്ന ഭക്ഷിച്ചു. പ്രഷർ വന്നില്ല, ഷുഗർ വന്നില്ല, കൊളസ്ട്രോൾ വന്നില്ല, പാൻക്രിയാസ് പോയില്ല, കിഡ്നി തട്ടിയില്ല, രക്തത്തിൽ ഡീവിയേഷൻ വന്നില്ല, ഒരു ഡെങ്കിപ്പനി വന്നില്ല, പാറ്റാപ്പനി, പട്ടിപ്പനി, പക്ഷിപ്പനി, ഒരു പനിയും വന്നില്ല. ഈ മന്ന തിന്നവന് ഒരു രോഗവും വന്നില്ല. എനിക്കിതൊക്കെ പറയാൻ 1000 നാക്കാ വർഷം, 1000 നാക്ക, 1000 നാക്ക്. എന്നാ ഇത്? ആമേൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1 വയസ്സുള്ള കൊച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ ചെല്ലാൻ 40 വർഷം. അപ്പൊ കൊച്ചിന് എത്ര വയസ്സ്? 40 വയസ്സ്. ഇടയ്ക്ക് തയ്യക്കടയില്ല, ജൗളിക്കടയില്ല. കൊച്ചു വളർന്നപ്പം ഉടുപ്പ് നീണ്ടു. കൃപയുള്ളവർ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കൊച്ചു വളരുന്നതനുസരിച്ച് അവരുടെ വസ്ത്രം പഴകിയതുമില്ല. ഇന്ന് രാത്രി കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. എന്നൊക്കെ ജനുവരി മേടിച്ച ചുരിദാർ ഫെബ്രുവരിയിൽ ഇടാൻ പറ്റുകയില്ല, കേറില്ല. ജനുവരി മേടിച്ചപ്പോ കറക്റ്റ് ആയിരുന്നു, ഫെബ്രുവരി ടൈറ്റായി. എന്നാന്നറിയോ? കുഴിമന്തി. 5 കുഴിമന്തി ചുരിദാറും കൂടെ എങ്ങനെ ചേരും? അല്ലേ? സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. അല്ലേ ലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. പ്രായമുള്ള അപ്പച്ചന്മാർക്ക് അറിയാവുന്ന ഒരു പഴയ കാര്യം പറയാം. രാവിലെ സൈക്കിൾ ഇല്ലാത്ത കാലം, വണ്ടിയില്ല, ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത കാലം. രാവിലെ ആൾക്കാരിറങ്ങി നടക്കും. എന്തിനാ അറിയോ? പണിക്ക് പോകാൻ. ചോദിക്കുമ്പം പറയും ഒരു ചൺ വയറിന് വേണ്ടിയാ. രാവിലെ കുറ്റിച്ചെല്ലിന്ന്
ആര്യനാട്ടിനും കാട്ടാക്കടയ്ക്കൊക്കെ നടന്നുപോയി ആ ജോലി ചെയ്യുന്നു ഒരിച്ചാൻ വയറിന് വേണ്ടി. ഇന്ന് നിങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങി നോക്കി, കൂട്ടം കൂട്ടമായിട്ടാണ് നടക്കുന്നത്. ഒരിച്ചാൻ വയറിന് വേണ്ടിയല്ല, ഒരിച്ചാൻ വയറൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി. സ്വത്രം പറഞ്ഞോണ്ടിരിക്കുക. എന്നാൽ മന്ന തിന്നവന് അവന് കൊളസ്ട്രോൾ വന്നില്ല, അവന് കൊഴുപ്പ് കൂടിയില്ല, അവന് രക്തം കട്ട പിടിച്ചില്ല, അവൻ ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നില്ല, അവന് ഷുഗർ കയറി തിങ്ങിയില്ല. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്ക്. ആ മന്ന ഇന്ന് രാത്രി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ മന്ന പഴയ നിയമത്തിലെ ഭക്തന്മാർ കഴിച്ച അതേ മന്ന ഇന്ന് രാത്രിക്കാലം കൊണ്ടുവന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് രാത്രി വചനം ഭക്ഷിക്ക്. യേശുവാണ് വചനം. ഈ വചനം യേശുവാണ്. ഈ വചനം മന്നായാണ്. ഇന്ന് രാത്രി നീ ഭക്ഷിക്ക്. നിന്റെ രോഗം മാറാൻ, നിനക്ക് സൗഖ്യം വരാൻ ഈ ജീവന്റെ അപ്പം, ഈ ജീവ മന്ന ഈ രാത്രി ഭക്ഷിക്കാൻ. ഇന്ന് രാത്രി നിന്റെ അകത്ത് ഈ വചനം ചെല്ലുമ്പോൾ നിന്റെ രോഗങ്ങൾ മാറി, നിന്റെ പ്രശ്നങ്ങൾ മാറി, സൗഖ്യം ലഭിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാശക്തി നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കും. Receive the message. Receive the message. Hallelujah. Amen. 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 എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആവർത്തന പുസ്തകത്തിൽ അവൻ പ്രമാണമാണ്. സർവശക്തനായ ദൈവം ആരാ? പ്രമാണം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിക്കാൻ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അച്ചടിച്ച പ്രമാണവും സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു ജീവനുള്ള പ്രമാണവും ഇന്ന് രാത്രി അച്ചടിച്ച പ്രമാണം ആര് കീറിക്കളഞ്ഞാലോ ജീവനുള്ള പ്രമാണം എന്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം സ്വതന്ത്രം. ഈ യേശുവിൻ്റെ അമ്മ മറിയ ചർച്ചിൽ കൊയറി പാടിക്കൊണ്ടിരുന്ന, അങ്ങനെ ഇരുന്നപ്പം മറിയ കൊയറിൽ കാണാതെ വന്നപ്പം അന്നത്തെ സിനഗോഗ്, യഹൂദന്മാരുടെ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റും കൊയർ ലീഡറും കൂടെ മറിയയുടെ വീട്ടിൽ വന്നു എന്ന് ബൈബിളിലില്ല. എൻ്റെ സ്വന്തമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. അവർ വന്ന് മറിയയുടെ അപ്പനോട് പറഞ്ഞു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കയറിയിരുന്നാട്ടെ. കയറിയിരുന്നു. കൊയറിൻ്റെ ലീഡർ മറിയയുടെ അപ്പനോട് പറഞ്ഞു, മോളെ മറിയെ കൊയറിൽ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഒന്നും തോന്നരുത്, അവൾക്ക് വയറിൽ ഒരു പ്രശ്നമുണ്ട്, ഉദരത്തിനകത്ത്. അതെന്താ? അത് അവളോട് ചോദിക്കാൻ പറഞ്ഞു. മറിയ ഇറങ്ങി വന്നു. എന്താന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ദൂതൻ അടുത്തു വന്നു, ദൂത അകത്ത് വന്നു, യേശു അകത്ത് വന്നു, ഞാൻ കൊയറിയുന്നു പുറത്ത് വന്നു. കൃപയുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി യേശു അകത്ത് വന്നാൽ ഏത് പാരമ്പര്യത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കും, ഏത് പാപത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കും. യേശു അകത്ത് വന്നാൽ അവൻ കൊയറിലോട് സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു, സാറും ഉണ്ടായിരിക്കെ, ഞങ്ങൾ ചോദിക്കാം, ഞങ്ങൾ സഭയുടെ സെക്രട്ടറിയാ, നിന്റെ കല്യാണം നിശ്ചയം നടത്തുന്നത് ഞങ്ങളാ, അറിയാലോ,
അറിയാം. നീ ആവർത്തന പുസ്തകം 22-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്തോ എഴുതിയേക്കുന്നേ? മറിയം മിണ്ടാതെ നിന്നു. വിവാഹം കഴിക്കാത്ത പെൺകുട്ടി, കന്യക, ഗർഭവതിയായാൽ മൂപ്പന്മാർ ഒരുമിച്ച് അവളെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ്, വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. അവൾ പറഞ്ഞു വായിച്ചിട്ടുണ്ട്. എന്താ നിനക്കൊരു പേടിയില്ലാത്ത? അതൊക്കെ വായിച്ചിട്ട് നിനക്കെന്താ ഒരു പേടിയില്ലാത്തതെന്ന് യേശുവിൻ്റെ അമ്മ മറിയോട് ചോദിച്ചപ്പം പുസ്തകത്തിലൊന്നും ഇല്ല കേട്ടോ, ഞാൻ ദൈവം തന്നൊരു വെളിപ്പാട് പറയാ. അവൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞു എനിക്ക് പേടിയില്ല. എന്താ? പ്രമാണം എഴുതിയവൻ എൻ്റെ അകത്തുണ്ട്. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആ പ്രമാണം എഴുതിയവൻ എൻ്റെ അകത്ത് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയില്ല. ഇന്ന് രാത്രി പ്രമാണം എഴുതിയവനെ അകത്ത് ചുമക്കുന്നവരുടെ ആരവം, അവരുടെ ശബ്ദം, അവരുടെ ഹല്ലേലൂയ, അവരുടെ ആരാധന അങ്ങ് പുറകറ്റം വരെ പ്രമാണം എഴുതിയവനെ ചുമക്കുന്ന ജനം. പ്രമാണം എഴുതിയവനെ ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് പ്രമാണം തെറ്റിച്ചാലത്തെ അടി അറിയാവോ? fill in the blanks with the suitable words. പ്രമാണം അറിയാത്തവൻ തെറ്റിച്ചാൽ കിട്ടുന്ന അടിയുടെ 1000 ഇരട്ടി. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനൊക്കെ ബൈബിളുണ്ടോ? ഉണ്ടല്ലോ. ലൂക്കോസ് 12:47 വായിച്ചാൽ മതി. ഇന്ന് രാത്രി യോഗത്തിന് വന്നവർ തെറ്റിയാൽ വളരെ അടി കിട്ടും, മറ്റവർക്ക് പുറത്തു വയ്ക്കുന്നവർക്ക് കുറച്ചടി കിട്ടും. കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ മുമ്പോട്ട് വരിക, സമയപരിധിയുണ്ട്. ഇന്ന് രാത്രി വേദപുസ്തകത്തിനകത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ 5 പേരുകൾ, 5 ഭക്തന്മാർ, 5 വിശുദ്ധന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞ 5 പേരുകൾ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അതിൽ ഒന്നാമത്തേലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. വായിക്കാം. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. യേശു ആര്? ആമേൻ. കർത്താവ് നമുക്ക് ആരാണ്? വായിക്കാം. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ കർത്താവിന്റെ പേര് കെമിസ്ട്രിയുടെ രാജാവെന്ന, ഫിസിക്സിന്റെ രാജാവെന്നാണ്, ബയോളജിയുടെ രാജാവെന്നാണ്, അവൻ മാത്തമാറ്റിക്സിന്റെ രാജാവെന്നാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്. ഇതെല്ലാം യേശുവിന്റെ പേരാ. എന്നാൽ ഈയോ പറയാ, എനിക്കൊരു ഇഷ്ടമുള്ള പേരുണ്ട്, എന്റെ ജാമ്യക്കാരൻ. ഇയ്യോബിനെ കുറിച്ച് അറിയാവുന്ന ഒരു കർത്താവിനെ സൂചിച്ചാട്ട്. അവൻ കുറച്ച് പേരുണ്ട്, അത് മതി, ധാരാളം മതി. സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് സമയമുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇയ്യോബ് ഊസ് ദേശത്തെ മഹാൻ, ദ ഹോണറബിൾ ആൻഡ് റെസ്പെക്റ്റബിൾ പേഴ്സൺ ഇൻ ഹിസ് പ്ലേസ്. അവൻ്റെ നാട്ടിൽ അവൻ മാന്യനായിരുന്നു. 2, ഇയ്യോബ് ഭക്തനായിരുന്നു. ആർക്കൊക്കെ? ദൈവത്തിന് ഭക്തൻ, ഭാര്യയ്ക്ക് ഭക്തൻ, മക്കൾക്ക് ഭക്തൻ, പിശാചിന് ഭക്തൻ, നാട്ടുകാർക്ക് ഭക്തൻ, പഞ്ചഭക്തൻ. ഹല്ലേലൂയ. ചിലർ വീട്ടിൽ ഭക്തനായിരിക്കും, സഭയിലും ഭക്തനായിരിക്കും, നാട്ടിൽ ഭക്തനായിരിക്കുകയില്ല. ചിലർ നാട്ടിൽ ഭക്തനായിരിക്കും, വീട്ടിലും സഭയിലും ഭക്തനായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ വിഷയത്തിൽ രഹസ്യത്തിൽ ഭക്തനായിരിക്കുകയില്ല. ആമേൻ. എന്നാൽ സകലയിടത്തും ഭക്തനായിരുന്നു. എഴുതിയിട്ടോ. ഊസ് ദേശത്തെ മഹാൻ, 2 ഭക്തൻ, 3 നേരുള്ളവൻ, 4 നിഷ്കളങ്കൻ, 5 ദോഷം വിട്ട് അകലുന്നവൻ. 5 ഗുണങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആളാണ് ഇയ്യോബ്. ഈ 5 എണ്ണം ഇയ്യോബ് കഷ്ടപ്പെട്ട് ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയപ്പോൾ 6ാമത്തത് ദൈവം സൗജന്യമായിട്ട് കൊടുത്തു, സമ്പന്നൻ. ഇയ്യോബിന്റെ 6ാമത്തെ ഗുണം സമ്പന്നൻ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോട് പറയും, സമ്പന്നതയ്ക്ക് വേണ്ടി നീ കഷ്ടപ്പെടണ്ട. ആദ്യത്തെ 5 കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, 6ാമത്തത് ഫ്രീയാ. നീ നേരുള്ളവനാണെങ്കിൽ, നീ നിഷ്കളങ്കനാണെങ്കിൽ, നീ സത്യസന്ധനാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്ക് സമ്പത്ത് ഫ്രീയാ. സമ്പത്ത് നിനക്ക് ഫ്രീയാ. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നം അതല്ല. ആദ്യത്തെ 5 ഉള്ളവരെ കാണാനില്ല.
ആമേൻ. ഈ ആദ്യത്തെ അവസാനത്തെ ഉള്ളവരുണ്ട്, അവർക്ക് ആദ്യത്തെ 5 എണ്ണമില്ല. 5 1 6 എണ്ണവും കൂടെ ഉള്ളവര് ഒരന്വേഷണത്തിലും കിട്ടാനുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. ഇയ്യോബിന്റെ സമ്പത്ത് പറയാൻ പോവാ. കൃപയുള്ളവർ എഴുതിയെടുത്തു. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളാര്, 7 ആൺപിള്ളാര്, ഒരു വീട്ടു പെണ്ണും പിള്ള, 3 വൃത്തികെട്ട കൂട്ടുകാര്, ആവശ്യം പോലെ ജോലിക്കാര്. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോളൂ. ഇഷ്ടം പോലെ സ്തോത്രം. അയ്യോ പറയാ, എന്റെ കേസ് തീർന്നിട്ടില്ല, എന്റെ കേസ് തീർന്നിട്ടില്ല, ഞാൻ ജാമ്യത്തിലാ. ഈ ചിലരൊക്കെ ഇരിപ്പ് കണ്ടാൽ ഞാൻ ഓർത്തിട്ടുണ്ട്, കേസെല്ലാം തീർന്ന് ഇനി ശിക്ഷയൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേരും അറിഞ്ഞോണം, കേസ് തീർന്നിട്ടില്ല, ജാമ്യത്തിൽ ഇറങ്ങി നിർത്തിയിരിക്കുക. പ്രശ്നം ജാമ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് കുറ്റം ചെയ്ത എന്നാ വർഷക്കാരെ തന്നെ വിടുതലയച്ച് കേസ് മുടിച്ചതിനെ പുറമല്ല, ജാമ്യത്തിൽ ഇറങ്ങി തവറ് സെഞ്ചാന്ന് சொன்னா അടി ഡബിൾ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി പറ, എനിക്കൊരു ജാമ്യക്കാരനുണ്ട്. എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഏത് അധികാര സ്ഥാനത്തും, ഏത് പോലീസ് അധികാരികളുടെ മുമ്പിലും, ഏത് നിയമത്തിന്റെ മുമ്പിലും എന്നെ ശിക്ഷിക്കാൻ ആർക്കും അവകാശം കൊടുക്കാതെ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജാമ്യക്കാരൻ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ ധൈര്യം. ആമേൻ. 6 കഷ്ടങ്ങളും എനിക്കൊരു ദോഷവും വരുത്തത്തില്ല, 7ാമത്തിന് തിന്മ എന്നെ. ആമേ. 5-ാം അധ്യായത്തിൻ്റെ 17, 18, 19. ഇയ്യോബ് 19ന്റെ 25, 26 പറയുന്നു, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും. കറക്റ്റാണോ? വാക്യം കറക്റ്റാണോ? എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും ഞാൻ ദേഹസഹിതനായി, ഞാൻ എൻ്റെ മർമ്മം പറയാൻ പോവാണ്. ഒന്ന് തുള്ളിച്ചാടേണ്ട ദൂത. എടാ പൊട്ട പിശാചേ, വൃത്തികെട്ട പിശാചേ, എത്ര കൊണ്ടാലും നാണമില്ലാത്ത പിശാചേ. ഞാനിങ്ങനെ പിശാചിനെ വിളിക്കുന്നതിന് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. ആമേ. പിശാചിനോട് യോഗ പറഞ്ഞു, നീ പുഴുവിനെ എൻ്റെ ദേഹത്ത് വിട്ടാലും, നീ എൻ്റെ ദേഹം മുഴുവൻ ചൊറിയാക്കിയാലും, എൻ്റെ തൊലിയെ കൂടെ പോകുന്നതല്ലാതെ, എൻ്റെ ത്വക്കെ കൂടെ പോകുന്നതല്ലാതെ എൻ്റെ ദർശനത്തെ തൊടത്തില്ല, എൻ്റെ വിശ്വാസത്തെ തൊടത്തില്ല, എൻ്റെ ആത്മീയ ജീവിതത്തെ തൊടത്തില്ല. പൊട്ട പിശാചേ, നിന്റെ സകല പ്രതികൂലവും ഈ തൊലിപ്പുറത്തൂടെ, ഈ തൊലിയെ കൂടെ താങ്ക് യു മക്കളെ. ഹല്ലേലൂയ. ആമേൻ. ഇനി എൻ്റെ കർത്താവ് ബയോളജിയുടെ രാജാവാന്ന് പറഞ്ഞില്ലേ? എൻ്റെ കർത്താവിന് ബയോളജി മാത്രമല്ല, കർത്താവിൻ്റെ ഇച്ചിരി തിയോളജിയും കൂടെ ഉണ്ട്. ഇയ്യോബിന് 7000 ആടുണ്ടായിരുന്നു, എല്ലാം തീർന്നു, ഒന്നുമില്ല. പിന്നെ 2-ാം അധ്യായത്തിൽ ഇയ്യോബിന് ഒരാട് പോലും ഇല്ല. ഇയ്യോബിൻ്റെ ദേഹത്ത് ചൊറി, ചൊറിക്കകത്ത് പുഴു, പുഴുവിനകത്ത് ചാരം, ചാരത്തിനകത്ത് ഓട്ട് കഷ്ണം. ഇങ്ങനെ കിടക്കുന്ന ഇയ്യോബിൻ്റെ അടുത്ത് വന്നിരുന്ന് ഏലിഫസ്, ഏലിഹു, ബിൽദാദ് അമ്മമാർ 11 കവിത പാടിയെന്ന. പക്ഷെ ഇവനെ ഒന്നും വീട്ടിനകത്ത് കയറ്റാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ചില രോഗികളെ കാണാൻ പോകുമ്പം ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് ചോദിക്കും, വില കുറഞ്ഞ ഫ്രൂട്ട്സ് ഉണ്ടോ രോഗി കൊടുക്കാൻ. അപ്പോൾ അവർ പറയും, ജ്യൂസ് അടിക്കാൻ വെച്ചിരിക്കാൻ മുന്തിരിങ്ങ ഉണ്ട്, കിലോയ്ക്ക് 35 രൂപ, 1/2 കിലോ. ഈ പൊഴിഞ്ഞു വീണ സാധനമില്ല, ആ ചെറിയ ഓറഞ്ചിൽ നിന്ന് 1/2 കിലോ. ഇവനിതെല്ലാം മേടിച്ചുകൊണ്ട് ആശുപത്രി ചെല്ലുമ്പോഴാണ് നേഴ്സ് പറയുന്നത്, രോഗിക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല, രോഗി ഇതൊന്നും തിന്നാൻ പാടില്ല. പിന്നെ യവൻ അവിടെ ഇരുന്നത് തിന്നും, ഈ കൊണ്ടുപോയവൻ. എന്നിട്ട് ആ തൊലി എന്നെ അവിടെ തുപ്പിയിട്ട് ലാസ്റ്റ് അവൻ അവിടുന്ന് പോരാൻ നേരത്ത് ഈ രോഗിയുടെ കയ്യെ പിടിച്ചിട്ടൊരു സെന്റൻസ് പറയും. ഇതുപോലൊരു സ്നേഹിതൻ എനിക്കുണ്ടായിരുന്നു, പേര് രായപ്പൻ.
ഇതേ രോഗം ഇന്നലെ ചത്തുപോയി. എങ്ങനെയുണ്ട്? ആശ്വസിപ്പിക്കാൻ പോയതാ. ഇവനൊന്ന് ആശുപത്രി കയറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. തകർന്നു കിടക്കുന്ന ഇയ്യോബിന്റെ മുമ്പിൽ വന്നിരുന്ന് കഥകളും കവിതകളും പറഞ്ഞ് അവൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അതിനപ്പുറത്തൊരു കാര്യം നടന്നുകൊണ്ടിരുന്നത് ഞാൻ പറയാ. 38 അധ്യായത്തെ ചുഴലിക്കാറ്റിൽ ഒരു കർട്ടൻ ഇങ്ങനെ വീഴുകയാ. 42 അധ്യായത്തിൽ ഇയ്യോബ് തന്റെ ആടിനെ എണ്ണി നോക്കിയപ്പോ മൊത്തം 14,000 ആടുണ്ട്. ഓ, എന്റെ കൂടെ വാ നിങ്ങൾ. 42 അധ്യായത്തിൽ ഇയ്യോബ് തന്റെ ആടുകളെ എണ്ണി നോക്കിയപ്പം 14,000 ആടുണ്ട്. പക്ഷേ ഒരാട് പോലും പ്രസവിച്ചിട്ടുമില്ല. ഒരാട് 2 ആകണമെങ്കിൽ ആട് എന്ത് ചെയ്യണം? പ്രസവിക്കണം. പാസ്റ്റർ ജാക്സൺ, അതിൻ്റെ പേരാണ് ബയോളജി. ഒരാട് പ്രസവിച്ച് 2 ആടാകുന്നതിൻ്റെ പേരാണ് ബയോളജി. എന്നാൽ ആട് പ്രസവിക്കാതെ ഡബിൾ ആകുന്നുണ്ട്, അതിൻ്റെ പേരാണ് തിയോളജി. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നീ അധ്വാനിക്കാതെ നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരാൻ എൻ്റെ ദൈവം ഒന്ന് റിസീവ് ചെയ്യും. ഒന്ന് സൗജന്യമായിട്ട് കിട്ടുന്നല്ലേ, സൗജന്യമായിട്ട്. എൻ്റെ കർത്താവ് പറയാ, എൻ്റെ നാമത്തിന് വേണ്ടി നീ നിന്നതുകൊണ്ട്, ആമേൻ, എൻ നാമத்துக்காக நீ உழைத்ததுனால, உண்மையோட ஊழியம் செய்ததுனால, உன் கை வேலையால் அல்ல, உன் கை சிரமத்தால் அல்ல, ஆமென், இலவசமாக கிடைக்கிற சில நன்மைகள் உன் வீட்டுக்கு நேராக வரும். இது தீர்க்க தரிசனம். இன்னைக்கு ராத்திரி கர்த்தர் சொல்லுகிறார், இலவசமாக 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 சௌஜன்யமாய். സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇയ്യോബിന് 500 പെൺകഴുത ഉണ്ടായിരുന്നു ബൈബിളുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല. 7,000 ആട്, 3,000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത. ബാംഗ്ലൂരിലുള്ള ഒരു IT പ്രൊഫഷണൽ, അയാളിപ്പോൾ ഫറോക്കിലുണ്ട്. ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ, ചുമ്മാ കള്ളം പറയാൻ പറ്റും, യൂട്യൂബ് അടിച്ചാൽ കിട്ടും. ഫറോക്കിലുണ്ട്. അയാൾക്ക് 200 ചില്ലുവാനം പെൺകഴുതകളുണ്ട്. അയാൾ എന്തിന് പെൺകഴുതയെ മേടിച്ചു എന്ന് പത്രക്കാരയാളോട് ചോദിച്ചാൽ പറഞ്ഞു, ഇയ്യോബ് എന്തിനാണ് പെൺകഴുതകളെ വളർത്തിയെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാനത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, കഴുതയുടെ പാലിന് 1 ലിറ്ററിന് 5,000 രൂപയാണ്. നിങ്ങളിപ്പോൾ എന്താ തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും വളർത്തു. സത്യത്തിൽ പലർക്കും അറിയില്ല. ഇയ്യോബിന് 500 പെൺകഴുത ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല. ഒരു ലിറ്റർ കഴുതയുടെ പാലിന് 5,000 രൂപയാണ്. പക്ഷെ അത് ചായ ഇടാനല്ല ഉപയോഗിക്കുന്നത്. ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള അതിനേക്കാൾ വിലയേറിയ ഫേഷ്യൽ ക്രീമുകൾ ഉണ്ടാക്കാൻ കഴുതയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഫേഷ്യൽ ക്രീമിന് ഒരു ചെറിയ ഡപ്പായ്ക്ക് 10,000 കണക്കിന് രൂപ വിലയാ. ആമേൻ. അത് ദൈവം ഇയ്യോബിന് 500 പെൺകഴുതകളെ 1000 കൊടുത്തു. മക്കളെ, 2 പെൺകഴുതയെ വളർത്താൻ പപ്പായോട് പറ, ക്രീം ഉണ്ടാക്കാം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സമയമില്ല. ആമേൻ. ജാമ്യക്കാരനായിട്ട് ഇയ്യോബിന് കിട്ടിയപ്പോൾ, ആമേൻ, ഹിസ്കിയാവ് പറയാണ്, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്കാർക്കും പറയാത്തൊരു പേരുണ്ട്. വായിക്കാം. യെശയ്യാവ് 38:14. അങ്ങനെ വായിക്കരുത് അമ്മച്ചിയുടെ നല്ല വോയിസ് ആണ്. ഇങ്ങനെ വായിക്കണം. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ശ്വാസം വിടുക, എന്നിട്ട് ശ്വാസം വിടുക. പ്രാവ് പോലെ ഞാൻ കുറുകി, എന്നിട്ട് ശ്വാസം വിടണം. ഞാൻ അടുത്ത സെന്റൻസ്, പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ശ്വാസം വിടുക. എന്നിട്ട് ഒരു സെക്കൻഡ്. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. ശ്വാസം വിടുക. ശ്വാസം വിട്ടില്ല കേട്ടോ, ശ്വാസം വിട. ഞെരുങ്ങിയിരിക്കുന്നു. ഇനി നീ എനിക്ക് ഇടനിൽക്കണമേ. എനിക്ക് നീ എന്ത് ചെയ്യണം? എനിക്ക് ആവശ്യം ഒരു ഇടനിലക്കാരൻ വേണം. സ്വന്തം പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നത്തിന്റെ നടുവിൽ കയറി നിൽക്കാൻ ഒരു ഇടനിലക്കാരനെ വേണം.
ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ ആ അഭിഷക്ത ദേവദാസിയോട് അങ്ങനെ പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ. ബൈബിൾ വായിക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയുക, അങ്ങനെ ഇനി മേലിൽ സഭയെ ബൈബിൾ വായിക്കാവുള്ളൂ. ലലിയ ശ്വാസം വിട്ട് വിട്ട് വായിക്കണം. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകുന്ന നിത്യവും പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ കൂടെ ലോകത്തെ ശ്രമിക്കും. ആമേൻ. അങ്ങനെ ബൈബിൾ വായിക്കില്ല, വായിക്കുന്ന എനിക്ക് പോലും മനസ്സിലാകത്തില്ല. സത്യത്തിൽ വാക്യമൊക്കെയാണ്. ആമേൻ. എന്നാൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഹിസ്കിയാ പറയാ, ആമേൻ, യെശയ്യാവ് വന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും. ഫിലിപ്പാസ്റ്ററെ, അങ്ങനെ ഒരു പ്രവാചകൻ വീട്ടിൽ വന്ന് തലയെ കവിച്ച് പറഞ്ഞാൽ പാസ്റ്റർ അവന് സ്വത്രാഴ്ച കൊടുക്കുമോ? ജാക്സൺ പാസ്റ്റർ നമ്മൾ സ്വത്രാഴ്ച കൊടുത്തേച്ച് അവൻ്റെ ചെവി പറയും, കുറച്ചുകൂടെ പരിജ്ഞാനത്തോടെ പ്രവചിക്കണം, കുറച്ചുകൂടെ പരിജ്ഞാനത്തോടെ. പക്ഷെ യെശയ്യാവിനോട് പറഞ്ഞു, പോയി പറ. അതും സാധാരണക്കാരനോടല്ല, രാജ്യം ഭരിക്കുന്ന രാജാവിനോട്. പറയാവോ? തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയോട് പോയി നീങ്ക സെത്തു പോവീങ്ക എന്ന് പോയി പറയുവോ? ഓ, പറയുന്ന അന്ന് നമ്മൾ സെത്തു പോകും. പക്ഷെ യെശയ്യാവ് ദൈവം പറഞ്ഞ ദൂത് അതുപോലെ രാജാവിനോട് ഒന്ന് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ആമേൻ. ഇനി അത് സഹിക്കാൻ എങ്ങനെയെങ്കിലും. പുള്ളി നടന്ന് കട്ടളപ്പെട്ടി കിടക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, തിരിച്ചു എന്ന് പറ, ചാകുകയല്ല, 15 കൊല്ലം കൂടെ ജീവിച്ചിരിക്കുമെന്ന്. നമ്മളാണെ പറഞ്ഞാൽ ആദ്യത്തെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച്, ഇനി അത് തിരിച്ചു പറയാൻ വേറൊരു പ്രവാചകനെ വിടും. രണ്ടും ഞാൻ തന്നെ പറയണോ? മരിക്കുമെന്നും യെശയ്യാവ് തന്നെ പറഞ്ഞു, മരിക്കുകയില്ലെന്നും യെശയ്യാവ് തന്നെ പറഞ്ഞു. ഓ, അതാ പ്രവചനം. ആമേൻ. അതാ പ്രവചനം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചിലരെ പ്രവചനം കൊണ്ട് നിറയ്ക്കട്ടെ. റിസീവ് ചെയ്യാൻ അടിസ്ഥാനപരമായി നീ വിശുദ്ധനാണെങ്കിൽ, ഓ ഇതൊന്ന് കേട്ടോണ്ടിരുന്ന, ഇത് നീ വിശുദ്ധനാണെങ്കിൽ, നീ വിശ്വസ്തനാണെങ്കിൽ, ജാക്സൺ പാസ്റ്ററെ, ദൈവാത്മാവ് പാസ്റ്ററോട് ദൂത് പറയാ, കമഴ്ന്ന് കടന്നു ദൈവത്തിന്റെ കാലെ പിടിച്ച് വിശുദ്ധി വിട്ടുകളയരുത്. വിശ്വസ്തനായിരുന്നാൽ നിന്റെ നാവ് കൊണ്ട് പറയുന്നത് പത്രങ്ങളിൽ അടിച്ചു വരുന്ന പ്രവചനങ്ങളായ, പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന പ്രവചനങ്ങളായി, അടിസ്ഥാനപരമായി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ യേശുവിനെ സേവിക്കുന്ന അഭിഷേകനെ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും, ലോകമിളകി മറിഞ്ഞാലും വിശുദ്ധി വിടരുത്, വിശ്വസ്തത വിടരുത്. നിന്റെ നാവിനെ പൊന്നാവാക്കി ദൈവം മാറ്റും. ആമേൻ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഹിസ്കിയാ പറയാണ്, എനിക്കൊരു ഇടനിലക്കാരൻ വേണം. ആമേൻ. ഞാൻ പാസ്റ്ററോട് ചോദിക്കാം, പാസ്റ്ററെ, പ്രസംഗത്തിനൊക്കെ വന്ന് പരിചയമുണ്ടല്ലോ, എനിക്കൊരു പ്രശ്നമുണ്ട്, പാസ്റ്റർ ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ വരുമല്ലേ? വരും. അപ്പോൾ പാസ്റ്റർ വരുമ്പോൾ എന്നോട് ചോദിക്കും, ആരുമായിട്ടാ പ്രശ്നം? ഇടനില അല്ലേ, നമ്മളവിടുത്തെ ചർച്ചിലൊക്കെ ഇഷ്ടം പോലെ പ്രശ്നമുള്ളതല്ലേ, ആരുമായിട്ടാ പ്രശ്നം? അപ്പോഴാണ് പുള്ളി പറയുന്നത്, മരണവുമായിട്ടാണ് പ്രശ്നം. പിന്നെ ജാക്സൺ പാസ്റ്റർ എന്ന് പറയും, പാസ്റ്റർ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എതിരാളി മരണമാണെന്നറിഞ്ഞാൽ ഇടയ്ക്ക് കയറി നിൽക്കാൻ ആര് വരും? ഈയിടെ ഒരു കുടുംബ പ്രശ്നം ഒരിടത്ത്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, മുട്ടം പ്രശ്നം. ആ നാട്ടിലെ ഒരു രാഷ്ട്രീയത്തിലൊക്കെ അറിയുന്ന ഒരാളെ ഇടനിലക്കാരനായിട്ട് വിളിച്ച് പറഞ്ഞു തീർക്കാൻ 3-4 പ്രാവശ്യമായിട്ട് പുള്ളി വീട്ടിൽ വന്ന് പറഞ്ഞു തീർത്ത് അയാളുടെ ഭാര്യയും കൊണ്ട് ഈ ഇടനിലക്കാരൻ പോയി. അവർ രണ്ടുപേരുടെ സ്ഥലം വിട്ട് ഒരു വ്യക്തി പറഞ്ഞ പ്രശ്നം തീർന്ന്. മനസ്സിലായവർക്കായി സ്തോത്രം. ഓ, ഇതാണ് ഈ ലോകത്തിന്റെ ഇടനിലക്കാരുടെ പ്രശ്നങ്ങളൊക്കെ. അതാ സ്തോത്രം. എന്നാൽ ഹിസ്കിയാവ് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ വിഷയം മരണമാണ്, എനിക്കൊരു ഇടനിലക്കാരൻ വേണം. മരണത്തെ
ഓപ്പോസിറ്റ് നിർത്തിക്കൊണ്ട് ഇടയ്ക്ക് കയറി നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. അത് മരണത്തെ ജയിച്ചവൻ മാത്രമാ. കൃപയുള്ളവൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക. അവൻ മരണത്തെ ജയിച്ച യേശു, മരണത്തെ ജയിച്ച എന്റെ പ്രാണനാഥൻ. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പറ, എൻ്റെ മരണം മാറി. എന്നെ കൊല്ലുമെന്ന് പറയുന്ന രോഗം ഇന്ന് രാത്രി ശരീരം വിട്ടുപോയെന്ന് ഉറപ്പുള്ളവർ കൈവച്ച് ശരീരത്തിൽ വെച്ച് കൈവച്ചിട്ട് പറ, മരിക്കുമെന്ന് എന്നോട് പറയുന്ന രോഗം എൻ്റെ ശരീരം വിട്ടുപോയി. ഇന്ന് രാത്രി എൻ്റെ മരണം മാറി. അവൻ എൻ്റെ ഇടനിലക്കാരനായി വന്നപ്പോൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം പാസ്റ്റർ? പാസ്റ്റർക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം? 80. അപ്പൊ പാസ്റ്റർ മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണും. ജാക്സൺ പാസ്റ്റർ മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണും. കാരണം ഞാൻ 120. ഇനി മാറ്റി പറയണ്ട. ഞാൻ നല്ല ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു 40 കൂടെ കിട്ടിയേനെ. 120 പറഞ്ഞത്. പക്ഷേ ഈ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ പറയണം, 70 ഏറെയായാൽ 80 ഈ 90 സംഘത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ആയുസ്സല്ല. ഇസ്രായേലിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത നിമിത്തം അന്ന് ദൈവം കുറച്ച് പറഞ്ഞതാ. അവരങ്ങനെ പറഞ്ഞതാ. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആയുസ് 120. അവൻ ഇനി ഒരു ദൂതോടെ ഞാൻ പറയാം. സദൃശവാക്യങ്ങൾ 18:21. ജീവനും മരണത്തിൻ്റെ അധികാരം പറ നിന്റെ നാവിലിരിക്കുന്നു. അതുകൊണ്ട് 80 എന്ന് പറഞ്ഞാൽ 80 കിട്ടും, 120 ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഒന്ന് കരമടിച്ച് ദൈവത്തെ സൂചിച്ചാണ് സന്തോഷത്തോടെ. നമ്മളൊന്നും ശവപ്പെട്ടി കാണത്തില്ല പാസ്റ്റർ. നമ്മളൊന്നും ശവപ്പെട്ടി പറഞ്ഞു ധൈര്യമായിട്ട് പറ കാണത്തില്ല. എന്താ അതെങ്ങനെ പറയാൻ കാരണം? അതിനുമുമ്പ് ഞങ്ങൾ പോവും. നമ്മളൊന്നും എന്ത് കാണുകയല്ല, വാങ്ങ മാട്ടേ. ഹല്ലേലൂയ. പോകാം. ദാവീദ് പറയുന്നത് ഇയ്യോബ് ജാമ്യക്കാരനായിട്ടാണ് എടുത്തേ. ഹിസ്കിയാവ് പറഞ്ഞു എനിക്ക് ഇടനിലക്കാരനാണ്. ദാവീദ് പറഞ്ഞു എനിക്കതല്ല, എനിക്ക് വേണ്ടത് വേറൊരാളെയാ. വായിക്കാം. 119 സങ്കീർത്തനം 122 വാക്യം. എനിക്ക് വേണ്ടത് ജാമ്യക്കാരനല്ല. എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. ഞാൻ കൈകൊട്ടി ആരാധിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല. എൻ്റെ സ്വന്തം മകൻ അബ്ശാലോമിന് എന്നെ വേണ്ട. രാജ്യം ഭരിക്കുന്ന ശൗലിന് എന്നെ വേണ്ട. എല്ലാവർക്കും ഞാൻ ഒരു അധിക പറ്റ് പോലാകുമ്പോൾ എനിക്ക് വേണ്ടത്, എനിക്കൊരു ഉത്തരവാദിയില്ല, എനിക്കൊരു ഉത്തരവാദി വേണം. ഒത്തിരി മനസ്സു നൊന്ത് ഇതിനകത്തിരിക്കുന്ന ചിലരുണ്ട്. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇങ്ങനെ നിറഞ്ഞാ നിൽക്കുന്നേ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന എനിക്കതെങ്ങനെ അറിയാമെന്നറിയാമോ? ഈ ലൈറ്റിൻ്റെ വെട്ടം ചില കണ്ണിനകത്തടിക്കുമ്പോൾ അതിനകത്ത് കണ്ണുനീരുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രകാശം വ്യാപരിക്കുക. ഇന്ന് രാത്രി തകർന്ന മനസ്സോടുകൂടി ഉള്ളം തകർന്ന എല്ലാവരും എന്നെ മാറ്റി നിർത്തുകയാ പാസ്റ്ററെ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാ. എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തവർ വരെ എനിക്കെതിരായിട്ട് പറയുകയാ. എന്റെ ഹൃദയത്തിന് ഒരുപാട് മുറിവുണ്ട്, എനിക്ക് വേദനയുണ്ട് എന്ന ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രിയ മാതാവേ, പ്രിയ സഹോദരനെ, ഈ രാത്രി ദൈവം നമ്മെ വിളിച്ചു പറയാ, ഞാനാണ് നിന്റെ ഉത്തരവാദി. നിന്റെ ഉത്തരവാദി ഞാനാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹൃദയം നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. How beautiful words. நான் அதனுடைய தமிழ்
வார்த்தை நிறைய பார்த்தேன். பொறுப்பாளர் அது பரவாயில்ல, செயலாளர் அது பரவாயில்ல, ஆனா அது போதாது. தமிழ்ல ஆங்கிலத்தில் நான் சொல்றேன், தமிழ்ல என்ன வார்த்தை வரும்னு பாருங்க. ரெஸ்பான்சிபிலிட்டி. உங்க முழு உச்சந்தல இருந்து உள்ளங்கால வரைக்கும் உனக்கு தேவையான அனைத்து காரியங்களுக்கும் நான் உத்தரவாதி. மலையாளத்தில் உத்தரவாதி, தமிழ்ல ஒரு நல்ல வார்த்தை இதுவரைக்கும் கிடைக்கல. பாஸ்டர் போறதுக்கு முன்னால இதான் சொல்லி கொடுங்க எனக்கு. நான் தமிழ்ல ஊழியம் செய்யும்போது நான் ரொம்ப பார்த்தேன், கிடைக்கல. Who is my responsibility? എന്റെ ഉത്തരവാദി ആരാ? കഥ പറയാ. നിനക്ക് പഠിക്കണം. എന്തോരെ പഠിക്കണം? ഒരു വെള്ളക്കോട്ടൊക്കെ ഇട്ട്, ഒരു സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് കഴുത്തലിട്ട് നീ ഒരു ആശുപത്രിക്കകത്തൂടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ആത്മാവിലൊന്ന് കാണട്ടെ. ആമേൻ. അപ്പോൾ നിന്റെ മനസ്സ് പറയും, എൻ്റെ പപ്പയ്ക്കാനുള്ള കാശില്ല, പാലാ ബ്രില്യൻസിൽ പോയി പഠിക്കാനുള്ള ഫീസ് ഞങ്ങളുടെ വീട്ടിലില്ല, എനിക്ക് ഭാഗ്യബാലൻസില്ല. പക്ഷെ നിന്റെ ഉത്തരവാദി കർത്താവായാൽ, നിന്റെ സ്പോൺസർ കർത്താവായാൽ, നിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്താൽ, നിന്റെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്താൽ, ഇനി നിന്റെ വിഷയത്തിന് മേൽ നീ ഭാരപ്പെടേണ്ടി വരികയില്ല. ദൈവം അത് നിവർത്തിക്കും. ആമേൻ. നീ പ്രാർത്ഥിച്ച കാര്യമല്ലേ ദൈവം പറഞ്ഞേ? മനസ്സിൽ ആഗ്രഹിച്ച കാര്യമല്ലേ? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദാവീദിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, രാജാവിന്റെ എതിർപ്പ് അവനൊരു പ്രശ്നമല്ല, ഗോലിയാത്തിന്റെ എതിർപ്പ് ഒരു പ്രശ്നമല്ല, സ്വന്തം മകൻ അബ്ശാലോമിന്റെ എതിർപ്പ് അവനൊരു പ്രശ്നം അല്ല. ഞാനൊരു ദൂത് പറയാം പാസ്റ്ററെ. പാസ്റ്റർ ഒരു അൺറീച്ച്ഡ് ഏരിയയിൽ കുറ്റിച്ചിൽ ശുശ്രൂഷിക്കാം. പക്ഷെ തമ്പുരാൻ പാസ്റ്ററുടെ കാര്യം ഏറ്റെടുത്താൽ, ആമേൻ, ഈ കൈക്കകത്ത് ഒരാധാരം വെച്ച് തരാനാണോ ദൈവത്തിന് ബുദ്ധിമുട്ട്? അങ്ങനൊക്കെ പരിശുദ്ധാത്മാ പറയുന്നുണ്ട്. ആമേൻ. ഒരു ചർച്ച് പണിയാൻ, അതിന് മുമ്പിൽ 5-6 വണ്ടി പാർക്ക് ചെയ്യാൻ, ഒരു ഡോക്യുമെന്റ് കയ്യിൽ തരാൻ മേടിച്ചോണം. ഉത്തരവാദി സ്വർഗത്തിലുണ്ട്. ഉത്തരവാദി, എന്റെ ഉത്തരവാദി. അവൻ സ്തോത്രം പറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവോ അനുഗ്രഹിക്കാതിരിക്കുവോ, നിങ്ങൾ പോകുവോ വരുവോ, ദേ ഞാൻ പോകുന്നു, അതാണോ പ്രസംഗം? ഒരു ഭയങ്കര ആരാധന, തീ പിടിച്ച ആരാധന, എല്ലാം കത്തി. പ്രസംഗം തന്നു ഒരു ഊതിയപ്പം പറന്നു പോകുന്ന കുറെ ചാരം മാത്രം. അതെന്നാ ശുശ്രൂഷയാ? കൺവെൻഷൻ കഴിഞ്ഞാലും പെറുക്കിയെടുക്കാൻ കുറച്ച് കനൽ വേണം. അനൽ. ആമേ. കുറച്ച് തീ കട്ട. കൈ പൊള്ളുന്ന ചാരം തോണ്ടുമ്പം കൈ പൊള്ളുന്ന കുറച്ച് കനൽ വേണം, കുറച്ച് ദൂത് വേണം, നിന്നെ ബലപ്പെടുത്തുന്ന കുറച്ച് ദൂത് വേണം, നിന്റെ അകത്ത് തൊടുന്ന ചില ദൂത് വേണം, നിന്നെ സ്പർശിക്കുന്ന ചില ആലോചന വേണം. പറയണം. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ദൈവം എന്നോട് ഇടപെട്ടു. ആ ദൂത് എന്നോടായിരുന്നു. പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പറ, ആ ദൂത് എന്നോടായിരുന്നു. ഇടനിലക്കാരൻ എനിക്കാ വേണ്ടത്, ജാമ്യക്കാരൻ എന്നെയാ, ഉത്തരവാദി എന്നെയാ. സ്തോത്രം. പോകാം നമുക്ക്. പൗലോസ് പറയുന്നത് ഇത് 3 4-ാമതൊരു പദമാ. വായിക്കാൻ 2 തിമോഥെയോസ് 1-ാം-അധ്യായം 12-ാം വാക്യം. സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. അവൻ എന്റെ ഉപനിധി. ഉത്തരവാദിയാണ്, ജാമ്യക്കാരനാണ്, ഇടനിലക്കാരനാണ്. പൗലോസ് പറയാ, he is my deposit. ഉപനിധി എന്നുള്ളതിന് തമിഴിൽ എവിടെങ്ക? അവൻ എന്റെ ഉപനിധി. ഓക്കെ. ഇംഗ്ലീഷിൽ ഡെപ്പോസിറ്റ്. എന്റെ ഡെപ്പോസിറ്റ്
എന്ന് പറഞ്ഞാൽ എൻ്റെ നിക്ഷേപം എൻ്റെ കർത്താവാ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. OTP നമ്പർ കിട്ടിയാൽ ആഫ്രിക്കക്കാരൻ അടിച്ചുകൊണ്ട് പോകാത്ത നിക്ഷേപം. OTP നമ്പർ കിട്ടിയാൽ ആഫ്രിക്കക്കാരൻ അടിച്ചുകൊണ്ട് പോകാത്ത നിക്ഷേപം. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എവിടെ നിക്ഷേപം ഇരിക്കുന്നോ പറഞ്ഞോ, അവിടെ ഹൃദയവും ഇരിക്കും. ഇന്ന് രാത്രി പറ, എൻ്റെ ഉപനിധി യേശുവാ, എൻ്റെ ഡിപ്പോസിറ്റ് യേശുവാ, എൻ്റെ നിക്ഷേപം യേശുവാ, എൻ്റെ സകലവും യേശുവാ, എനിക്ക് വേണ്ടി സകലവും. നിക്ഷേപം ഇരിക്കുന്ന ബാങ്കിലോട്ട് വേണം ചെക്ക് കൊടുക്കാൻ. നിക്ഷേപം ഇരിക്കുന്ന ബാങ്കിലോട്ട് വേണം. അപ്പൊ ചോദിക്കുക, ചെക്ക് എന്തുവാ? ചെക്ക് പ്രാർത്ഥനയാ. ആമേൻ. നിക്ഷേപമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട മാതാവേ, യേശുപ്പച്ച നിക്ഷേപമെന്ന് ഉറപ്പുണ്ടോ എങ്കിൽ നീ ബാങ്കിൽ ചെന്നിട്ട് വെറുതെ മടങ്ങി വരേണ്ടി വരികയില്ല. നിക്ഷേപം എന്ന വിഷയത്തിൽ ഉറപ്പുള്ളവർ കരം ഉയർത്തിയ കരം വീശി ഒരു ഹല്ലേലൂയ പറ. എൻ്റെ നിക്ഷേപം യേശുവാ, എൻ്റെ നിക്ഷേപം യേശുവാ. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ് നിക്ഷേപമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൗലോസ് പറഞ്ഞ വേറൊരു പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 1 തീമോഥെയോസ് 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. എല്ലാവരും കരമുയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ മധ്യേ, ഈ ഭൂമിയുടെ മധ്യേ, ഈ ലോകത്തിലെ സകലരുടെയും മധ്യസ്ഥനായി ഇന്ന് രാത്രി യോഗത്തിൻ്റെ മധ്യേ, നിന്റെ സകല വിഷയങ്ങളുടെ മധ്യേ, നിന്റെ ആവശ്യങ്ങളുടെ മധ്യേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഏക മധ്യസ്ഥനായ യേശുവിനെ ഇന്ന് രാത്രി കരമടിച്ച് വാ തുറന്ന് ആത്മശക്തിയോടെ ഇന്ന് രാത്രി ആരാധിക്ക്. എന്റെ കർത്താവ് എന്റെ മധ്യസ്ഥനാണ്, എന്റെ മധ്യസ്ഥനാണ്. എനിക്ക് വേറൊരു മധ്യസ്ഥൻ വേണ്ട. ഇന്ന് രാത്രി എന്റെ മധ്യസ്ഥൻ വന്നിട്ടുണ്ട്. എന്റെ കർത്താവ്, എന്റെ ഏക മധ്യസ്ഥൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാൽ. എല്ലാവർക്കും ബൈബിളും എല്ലാം ഒന്ന് താത്തു വെച്ചു. ആമേൻ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇന്ന് രാത്രി എനിക്കൊരു അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ നിൽക്കുന്ന സ്ഥലത്തൊന്ന് കൈയുയർത്തി കാണിച്ചാട്ടെ. നിങ്ങൾക്ക് മടിയൊന്നുമില്ല എങ്കിൽ നിങ്ങളൊന്ന് മുൻപോട്ട് വരാമോ? സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് മടിയൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വരുമോ? ഞാൻ ഇവിടെ ഒരു പാട്ട് ഇവർ പാടി ആരാധിക്കുമ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് എല്ലാവരും ഒന്ന് തൊട്ട് വിടും. അത്ര സമയമുള്ളൂ നമുക്ക്. ഒന്ന് നിങ്ങളെ തൊടും, ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആമേൻ. സ്തോത്രം. ഒന്ന് തൊട്ടാൽ മതി. കർത്താവ്, ഞാൻ പറയാലോ, ഇന്ന് രാത്രി ഞാൻ തുറന്നു പറയാം, നിങ്ങളെ തൊടുന്ന കെ എബ്രഹാം അല്ല. എൻ്റെ രൂപം കെ എബ്രഹാമിനെയാണ്, എൻ്റെ ശബ്ദമൊക്കെയാണ്. പക്ഷെ ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അങ്കിളിനെ തൊടുമ്പോൾ അത് യേശുപ്പൻ തൊടുന്നതിന് തുല്യ. യേശുപ്പനാ തൊടുന്നേ. പക്ഷെ ഇന്ന് രാത്രി ഇങ്ങനെ ഈ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ യേശുപ്പച്ചനെ താഴെ വന്ന് നമ്മളെ തൊടാൻ പറ്റുമോ? ഇല്ല. പകരം കർത്താവ് തൻ്റെ വിശ്വസ്തനായ ദാസനെ അയച്ചിരിക്കുകയാണ്. ഞാൻ താഴേക്ക് വരികയാണ്. അപ്പോൾ തന്നെ
സഭയിലെ 1-2 വാളണ്ടിയേഴ്സ് ഞാൻ പ്രാർത്ഥിക്കുമ്പം അവൻ്റെ കൂടെ ഒന്ന് നിൽക്കണേ. സ്തോത്രം. അപ്പോൾ ഇവിടെ പാടുമ്പോൾ ഞാൻ താഴേക്ക് വരികയാണ്. തുടർന്ന് ദേവദാസന്മാർ. യെസ്. നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും വാസനാഥനേ, മാരനാഥ മാരനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനേ, മാരനാഥ മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാരനാഥ മാരനാഥ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാരനാഥ മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനേ, മാരനാഥ മാരനാഥ.
ഹൃദയത്തിലുടയോനേ, ഹൃദയത്തിൽ കവർന്നോനേ, യേശുവേ ഹൃദയത്തിലുടയോനേ, ഹൃദയത്തിൽ കവർന്നോനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ, കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, ഗംഭീരനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനേ, ഗംഭീരനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. അവൻ യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പുറകെ കാതരാമൻ യേശുവേ, ആയിരം വാക്കുകൾ മിണ്ടിയാൽ പുറകെ കാതരാമൻ യേശുവേ. ദിനംതോറും വേണമേ, അനുഭവം വേണമേ, മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ, അനുഭവം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം, സ്വർഗീയ പിതാവേ, ഈ ഓഡിറ്റോറിയത്തിനകത്തും ഞങ്ങളുടെ വാത്സല്യ സഹോദരന്മാർ, ഞങ്ങളുടെ കൂടപ്പറപ്പുകൾ ഇതിൻ്റെ വാതിക്കലും വെളിയിലും നിന്ന് ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടു. അപ്പാ, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ ഞങ്ങളുടെ കൂടപ്പറപ്പുകളാണ്. ഞങ്ങളുടെ അമ്മമാർ പലരാണെങ്കിലും ഞങ്ങളുടെ സ്വർഗത്തിലെ ഡാഡി ഒന്നാണ്. അവരെയും അനുഗ്രഹിക്കുന്നു, കടന്നു വന്നവരെ അനുഗ്രഹിക്കുന്നു, പാടിയവരെ അനുഗ്രഹിക്കുന്നു, ഇൻസ്ട്രുമെന്റ്സ് വായിച്ചവരെ അനുഗ്രഹിക്കുന്നു, സൗണ്ട് ചെയ്തവരെ അനുഗ്രഹിക്കുന്നു, മീഡിയ ചെയ്തവരെ അനുഗ്രഹിക്കുന്നു. വേദിയിലായിരുന്ന അഭിഷിക്തന്മാർ, പ്രത്യേക ജാക്സൺ പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ പാടിയ കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹത്തോടെ അയച്ചാട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു നിമിഷം കൂടെ നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ രണ്ടാം രാത്രിയിലും അനുഗ്രഹീതമായ നിലകളിൽ ഐശ്വര്യമായി കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ വ്യക്തിപരമായി ദേശത്തോട്, കുടുംബങ്ങളോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ ഇടപെടുവാനിടയായി തീർന്നു. കർത്താവിന് സകല മഹത്വം അർപ്പിക്കാം. ആമേൻ. നാളെ രാത്രി നമ്മുടെ സുവിശേഷ മഹായോഗത്തിൻ്റെ, നമ്മുടെ ആത്മീയ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കണമേ, നാളെ കൂടെ ഈ യോഗം ഉള്ളൂ. അതുകൊണ്ട് നാളെ നിങ്ങൾ നേരത്തെ വരണം, ഒറ്റയ്ക്ക് വരരുത്. ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ട്, അടുത്തോ പരിചയത്തിലോ ബന്ധത്തിലോ ഉള്ള ഒരാളോടെങ്കിലും ഒന്ന് വിളിക്കുക, ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അറിയിക്കുക, ഉത്സാഹിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരിക. ഒരുമിച്ച് നമുക്ക് ആത്മീക ഉത്സവത്തിൽ സന്തോഷിക്കുവാൻ, വിടുതലുകൾ പ്രാപിക്കുവാൻ കർത്താവ് അവസരങ്ങൾ നൽകും. ഇന്ന് രാത്രി ഐശ്വര്യമായി നമ്മുടെ മതിൽ കടന്നു വന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ച അനുഗ്രഹ കർത്തദാസനോടുള്ള വ്യക്തിപരമായ സഭയായ പേരുള്ള നാമെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി കർത്താവിൻ്റെ അനുഗ്രഹദാസൻ പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും കടന്നു വരിക. ഇപ്പോൾ പാസ്റ്റർ ഫിലിപ്പ് ജോൺ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സർവശക്തിയുള്ള ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ,
ഞങ്ങളുടെ സുവിശേഷം മഹായോഗത്തിൻ്റെ 2ാമത്തെ രാത്രിയിൽ അവിടുത്തെ മഹനീയമായ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയല്ലോ. സീനായിൽ ഇറങ്ങിയ കർത്താവ്, കർമ്മേലിൽ നിറഞ്ഞു നിന്ന നിൻ്റെ സാന്നിധ്യം ഇന്ന് കർത്താവെ ആ സമാഗമന കൂടാരത്തിലും കർത്താവെ സെഖിയൻ മാളിമുറിയിലും മറുരൂപ മലയിൽ താബോറിൻ്റെ കുന്നിൽ ഇറങ്ങി അവിടുത്തെ മഹത്വം ഈ ആഡിറ്റോറിയത്തിനകത്ത് ഇറങ്ങി തൻ്റെ ജനത്തെ വിടുവിച്ചതിനായി സ്തോത്രം. തൻ്റെ ഭക്തനെ ഇന്ന് രാത്രി ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജാമ്യക്കാരനായി, അതേ കർത്താവ്, ഞങ്ങളുടെ ഇടനിലക്കാരനായി, ഞങ്ങളുടെ ഉത്തരവാദിയായി, ഞങ്ങളുടെ ഉപനിധിയായി, ഞങ്ങൾക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഒരു നാഥനെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ഇടയാക്കിയല്ലോ. വീണ്ടും അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ രാജ്യമായ രാജ്യങ്ങളിലൊക്കെ നിന്റെ ദാസനെ ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കായി സ്തോത്രം. ഇവിടുത്തെ അഭിഷിക്തനെ, കുടുംബത്തെ, ഓരോ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഡിറ്റോറിയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ കുറ്റിച്ചൽ പ്രദേശത്തിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളുടെ യോഗത്തെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. മടങ്ങിപ്പോകുന്ന നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് അയക്കുന്നു. അവർ പോകുന്ന വാഹനങ്ങളെയൊക്കെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുദ്ര വെക്കുന്നു. അടുത്ത ദിവസത്തെ യോഗത്തെയും അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് തരുന്നു. ജനത്തെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ജീവനുള്ള നല്ല പിതാവേ, ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച അഭിഷിക്തനോടും ഇവിടെ പാടിയ പ്രിയപ്പെട്ടവർ, സഭ, ഈ ദേശത്തോട് കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും എന്നും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ക്രിസ്തുവിൽ കാക്കപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ പോകാം. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും പിരിയുമ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹീത കലാകാരൻ്റെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, സാക്സോഫോണിൻ്റെ ഒരു പ്ലേ ഉണ്ട്. കണ്ട് ആസ്വദിക്കാം. കർത്താവ് സഹായം.